ഓക്കെ, നന്ദു ഉണ്ടോ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, നമുക്ക് തുടങ്ങാം. വിപിൻ സർ. ഓക്കെ, മീറ്റിംഗിൽ കയറിയ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഇത് ട്രെയിനിങ് ആണ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഇനി തൊട്ട് കംപ്ലയൻസ് മോണിറ്ററിങ്ങിന് യൂസ് ചെയ്യേണ്ട സിസ്റ്റമാണ്. അതുകൊണ്ട് ഇതിൽ ഓരോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഷെഡ്യൂൾ എങ്ങനെ ചെയ്യണം, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, പിന്നെ ഓരോരുത്തർ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ ഈ KCIS വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ നിന്നും വിപിൻ സാർ ഉണ്ട്. സാർ അത് പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും, ശരിക്കും ഇത് യൂസ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഇനീഷ്യൽ ട്രെയിനിങ് കിട്ടിയതാണ്. പക്ഷെ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും തുടക്കം തൊട്ടേ യൂസ് ചെയ്ത് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ യൂസേജ്, ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇതൊക്കെ പറഞ്ഞു തരാനാണ് നമുക്ക് സാർ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വളരെ നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കണം. ഇത് നമ്മൾ യൂസ് ചെയ്യുകയും വേണം, അത് ഗവൺമെന്റ് ഒരു പോളിസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിപിൻ സാറിനെ ഞാൻ പ്രസന്റേഷനായിട്ട് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണിത്, ഈ സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം 2 വർഷം മുന്നേ ഉള്ള സ്റ്റേറ്റ് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പം അന്ന് സെലക്ട് ചെയ്ത ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൂട്ടത്തിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം ആ പോർട്ടലിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറെ കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി, വീണ്ടും അതിന്റെ അപ്ഗ്രഡേഷൻസും ചേഞ്ചസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NIC ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് തന്ന് അതിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും ഇപ്പം PCB ആയാലും യൂസ് ചെയ്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിനുള്ള ചേഞ്ചസ് അവർ മാറ്റി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പം അറ്റ് പ്രസന്റ് നമ്മൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ഉള്ള ഒരു സെഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഡെമോ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനിഷ്യലി ഞങ്ങൾ തന്നെ, അതായത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന പോർട്ടലിൽ കൂടെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നമ്മുടെ ആരുടെയെങ്കിലും നമ്മുടെ PCBയിലുള്ള ലോഗിനിൽ നിന്ന് കയറിയിട്ട് ഒന്നും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ സാർ. ഇതാണ് ഇതിന്റെ സൈറ്റ്. സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണോ? സ്ക്രീൻ വന്നിട്ടില്ല. ഇപ്പോൾ കാണാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് cases.kerala.gov.in. അതിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി ടോപ്പിൽ റൈറ്റ് കോർണറിൽ ഇൻഡസ്ട്രി സൈൻ അപ്പ്, ലോഗിൻ, കംപ്ലൈന്റ് എന്ന് പറഞ്ഞ 3 ടാബ് ഉണ്ട്. അതിൽ ലോഗിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തുടങ്ങുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുള്ളൊരു സെറ്റപ്പ്, അതായത് ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതും ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ടാബാണ് ഫസ്റ്റ് ലോഗിൻ എടുക്കുന്നത്. അതിൽ ഇപ്പം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ നമുക്ക് ഇത് ആലപ്പുഴ ജില്ലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോഗിൻ ആണ്. അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒക്ടോബർ മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇൻസ്പെക്ഷൻസ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഈ പച്ച കളറിൽ ഈ കലണ്ടറിൽ കാണുന്ന ഇൻസ്പെക്ഷൻസ് ഷെഡ്യൂൾ ആയിരുന്ന ഇൻസ്പെക്ഷൻസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ 2 ടാബുകൾ കിടപ്പുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കീഴിൽ കുറച്ച് ഇൻസ്പെക്ടേഴ്സ് കാണും. ആ ഇൻസ്പെക്ടേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ടു ഡു ലിസ്റ്റിന്റെ താഴെയായിട്ടും നോട്ടിഫിക്കേഷന്റെ താഴെയായിട്ടും ലിസ്റ്റ് ചെയ്ത് വരും. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. പിന്നുള്ള അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ സൈഡിലുള്ള മെനു. മെനുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ പീരിയോഡിക് മെനുവിൻ്റെ അകത്തുനിന്നായിരിക്കും.
അതിൽ യൂണിറ്റ്സ് എന്നുണ്ട്, യൂസറിന്റെ ബന്ധപ്പെട്ടുണ്ട്, പിന്നെ ഇൻസ്പെക്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ, ഇൻസ്പെക്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ, ഡീആക്ടിവേറ്റ് ചെയ്യാൻ, അങ്ങനെ ഓരോ ഹെഡ് വൈസ് കുറെ മെനൂസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷെഡ്യൂളിംഗ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് എത്ര ഫാക്ടറികൾ, എത്ര യൂണിറ്റുകളാണ് ഒരു മാസം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സെറ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ ആരൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകേണ്ടത്, അതായത് നമ്മുടെ യൂസേഴ്സ്. യൂസേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാവരും എല്ലാ മാസവും ഇൻസ്പെക്ഷന് പോകണം. ചില ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ഷന് പോകേണ്ടാത്തവരായിരിക്കും. അപ്പം അതിൽ ആരൊക്കെയാണ് ഇൻസ്പെക്ഷനായിട്ട് സൈറ്റിൽ പോകേണ്ടതെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇൻസ്പെക്ടർ പൂളിംഗ് എന്നുള്ള ഫെസിലിറ്റിയിൽ നിന്നും സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മളിപ്പം ഈ ഷെഡ്യൂൾ റൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജോയിന്റ് ഡയറക്ടർ ലെവലിലുള്ളൊരു ഓഫീസറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഓഫീസർ ആയിരിക്കും ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ലോഗിനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ആ ഷെഡ്യൂൾ ചെയ്യുന്ന ആൾക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് മാസം സെലക്ട് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ള നമ്പർ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കൂടാതെ ആരൊക്കെയാണ് ഇൻസ്പെക്ഷന് പോകുന്നതെന്നുള്ളത്, അതിപ്പോൾ നമ്മൾ ആ ഓഫീസേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസിലുള്ള എല്ലാവരുടെയും പേരുകൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റായി. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ക്യാൻസൽ ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യാം, അതുപോലെ തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഇപ്പോൾ ഒരു മാസം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ ഏതൊക്കെ യൂണിറ്റ്സ് ആണെന്നുള്ളതിൻ്റെ എല്ലാം ഡേറ്റാബേസ് NICയിൽ കൊടുത്ത് പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ഓഫീസിലെ ഇതിൽ നിന്ന് എല്ലാ ഡിസ്ട്രിക്റ്റിലെയും യൂസേഴ്സിനെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇപ്പം ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിലുള്ള യൂസേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 2 പേരാണ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് ഉള്ളത്. അവർ 2 പേരുടെയും പേരിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പേര് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇങ്ങനെയാണ്, പുതിയൊരാൾ വരികയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം അത് ഓൾറെഡി കഴിഞ്ഞു. യൂസേഴ്സിന്റെ കാര്യം നമ്മൾ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ പൂളിംഗ് ആണ്. ഇത് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് എല്ലാം ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക, അവരുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണിത്. യൂസേഴ്സ് എല്ലാവരും ഉണ്ടോ എന്ന് നോക്കണം. യൂസർ മാനേജ്മെന്റിൽ കയറി യൂസേഴ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ള സ്ക്രീനാണിത്. ആഡ് ചെയ്ത യൂസേഴ്സ് എല്ലാം താഴെ കാണും. അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടർ പൂളിംഗിലേക്ക് പോവുക. ഇൻസ്പെക്ടർ പൂളിംഗിൽ നമുക്ക് ആ ആഡ് ചെയ്തിരിക്കുന്ന ഇൻസ്പെക്ടേഴ്സിനെ എല്ലാം ആക്ച്വലി ഫസ്റ്റ് ടൈം ഇവിടാണ് വരുന്നത്, ഈ എംപ്ലോയി ലിസ്റ്റിൽ കാണിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ പൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻസ്പെക്ഷൻ ടീം ആവും. അപ്പം ഇവിടെ 2 പേര് കണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന എംപ്ലോയി ലിസ്റ്റ് എന്നുള്ളത് പൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ടീമിലേക്ക് വന്നു. അപ്പോൾ ഈ 2 ഇൻസ്പെക്ടേഴ്സിനായിരിക്കും ഇൻസ്പെക്ഷൻസ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരായി, എല്ലാ ഫാക്ടറികളുടെയും ലിസ്റ്റും ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഒരു മാസം എത്ര എണ്ണം ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ 50 എണ്ണമാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. 2 ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, ഒരാൾക്ക് 25 എണ്ണം എന്നുള്ള കണക്കിൽ 2 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനിയിപ്പം നവംബർ മാസത്തിലേക്ക് ആലപ്പുഴയിലേക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളെ ഒരു കൗണ്ട് ഇങ്ങനെ ഇടുന്നത്, ഈ ഇവിടാണ് ഈ നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇപ്പൊ PCB എന്നുള്ള ഡിസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു നമ്പർ ഇവിടെ കൊടുക്കാം. അതനുസരിച്ച് ഇപ്പൊ നമുക്ക് 50 എണ്ണം ആയതുകൊണ്ട് ഞങ്ങൾ ഹൈന് 8, 18, 24 എന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൊടുക്കുന്നു, അത് സേവ് ചെയ്യുന്നു. അപ്പൊ ഇതിവിടെ ഈ ഒക്ടോബർ മാസത്തിൽ എത്ര എണ്ണം ഷെഡ്യൂളിൽ വരണം എന്നുള്ള കാര്യം തീരുമാനമായി. അതിൻ്റെ അകത്ത് തന്നെ ഹൈ, മീഡിയം, ലോയിൽ എത്ര എണ്ണം വീതമാണ് വരേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ വീണ്ടും പീരിയോഡിക്കിൽ വന്നിട്ട് മന്ത്ലി ഷെഡ്യൂൾ എന്നുമുണ്ട്, നെക്സ്റ്റ് മന്ത് ഷെഡ്യൂളും ഉണ്ട്. അപ്പൊ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നവംബറിലേക്കാണ്. അപ്പം നെക്സ്റ്റ് മന്ത് ഷെഡ്യൂളാണ് എടുക്കേണ്ടത്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നവംബർ 1 ഷെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ മന്ത്ലി ഷെഡ്യൂൾ തന്നെ എടുത്ത് ചെയ്യാം. നവംബർ ആയി കഴിഞ്ഞാൽ ഇപ്പം ഒക്ടോബർ ലാസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നവംബറിലേക്കുള്ള ഷെഡ്യൂൾ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് ഷെഡ്യൂൾ എടുത്തിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. ഷെഡ്യൂൾ ഫോർ ദ മന്ത് ഓഫ് നവംബർ ഇയർ 2024 ആലപ്പുഴ വിൽ ബി ക്രിയേറ്റഡ് വിത്ത് ഹൈ റിസ്ക് 8, മീഡിയം റിസ്ക് 18 ആൻഡ് ലോ റിസ്ക് 24. ഇത് വെച്ചിട്ട് ചെയ്യുമെന്നുള്ളൊരു കൺഫർമേഷൻ വരും. അത് വെച്ച് നമ്മൾ പ്രൊസീഡ് കൊടുത്താൽ മതി. അതോടെ ഷെഡ്യൂൾ ആവും.
ഇതാണ് ഷെഡ്യൂളിംഗ് പ്രോസസ്സ്. ഷെഡ്യൂളിംഗ് പ്രോസസ്സ് അഡ്മിൻ ലോഗിനിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പ്രിവ്യൂ ആൻഡ് ഫൈനലൈസ് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ വരും. അത് കൂടാതെ തന്നെ ഈ കലണ്ടറിൽ നവംബറിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻസ്പെക്ഷൻസും ഷെഡ്യൂളായി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൺഡേസിലും ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹോളിഡേയ്സ് ഒന്നും പ്രത്യേകം മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വെനസ്ഡേസ് ഓഫീസ് ഡേ ആണ്. അപ്പോൾ ഇതിലെല്ലാം ദിവസങ്ങളിലെല്ലാം നമുക്ക് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6th ഫാത്തിമ റോളിംഗ് മിൽ എന്നും പറഞ്ഞൊരു ഫാക്ടറിയിൽ ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് കാണാമല്ലോ. ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് കാണിക്കും ഇത് ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ് എല്ലാം കാണിക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഫാത്തിമ റോളിംഗ് മിൽ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ കലണ്ടറിൽ ഇപ്പം ഞാൻ കലണ്ടർ ക്ലിക്ക് ചെയ്താണ് എടുത്തിരുന്നത്. അല്ലെങ്കിൽ ഈ പ്രിവ്യൂ ആൻഡ് ഫൈനലൈസ് ഷെഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 50 യൂണിറ്റിന്റെ ഒരു ലിസ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാം. ഇതിലുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഷെഡ്യൂൾ, പോസ്റ്റ്പോൺ, റീഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പം നമ്മൾ നേരത്തെ 6th ഒരു ഇൻസ്പെക്ഷൻ കണ്ടു, ഒരു ഫാത്തിമ റോളിംഗ് മിൽ എന്നും പറഞ്ഞു. ഇപ്പം 6th നമുക്ക് അന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വേറൊരു ഡേറ്റിലേക്ക് മാറ്റിയിടാം. അന്ന് നമുക്ക് ഓഫീസ് ഡേ ആണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ പർട്ടിക്കുലർ കൊടുത്തിട്ട് ഏത് ഡേറ്റിലേക്കാണ് മാറ്റേണ്ടത് അതനുസരിച്ച് നമുക്ക് മാറ്റിയിടാം. ഈ ടീം ഹെഡ് എന്നുള്ളത് ഞങ്ങൾക്ക് 2 പേരും ടീം സൈസ് 1 സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഈ ടീം ഹെഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐക്കൺ മാത്രം എടുക്കാം. നിങ്ങൾക്കാണെങ്കിൽ എത്ര പേരുണ്ടോ എല്ലാവരുടെയും പേര് കാണിക്കും. അതിൽ നിന്ന് ഒരാളുടെ പേര് ടീം ഹെഡ് ആയിട്ട് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ PCBയുടെ ലോഗിനിൽ നോക്കുമ്പോൾ നോക്കാം. ടീം ഹെഡ് സെലക്ട് ചെയ്തിട്ട് സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക. അപ്പൊ ഇനിയിപ്പോ ഫാത്തിമയുടെ ഇത് എടുക്കുമ്പോൾ അത് മാറി പുതിയ ഡേറ്റ് ആയി 7/11 നമ്മൾ മാറ്റി. 7/11 പറഞ്ഞൂടെ കിടക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എത്ര യൂണിറ്റ് ഉണ്ടോ എല്ലാ യൂണിറ്റിലും എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ആ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫൈനലൈസ് ഷെഡ്യൂൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ മാസത്തേക്കുള്ള ഷെഡ്യൂള് റെഡിയായി. ഈ ഷെഡ്യൂള് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇൻസ്പെക്ഷൻ നടത്താൻ. ഇനി ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഷെഡ്യൂൾ ആയതിനു ശേഷം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒക്ടോബറിൽ 29th ഇൻസ്പെക്ഷൻസ് കുറെ എണ്ണം ഷെഡ്യൂളായി കിടപ്പുണ്ട്. ഇത് പോകേണ്ട ഇൻസ്പെക്ടർക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ക്യാൻസൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ വീണ്ടും പോസ്റ്റ്പോൺ ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പോസ്റ്റ്പോൺ എടുത്തു. അതിൽ 2024 നമ്മൾ ഒക്ടോബറിനെ പറ്റിയാണ് നോക്കുന്നത്. ആ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇനി പോകാനുള്ള ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇടാനുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാവരുടെ കിടപ്പുണ്ട്. ഇപ്പോൾ 29th ഇൻസ്പെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ട ഇൻസ്പെക്ഷൻ ആണ്. ഇത് ഒരിക്കൽ പോസ്റ്റ്പോൺ ചെയ്തതാണ് 29th. അന്നും മീറ്റിംഗ് KSIDCയിൽ മീറ്റിംഗ് കാരണമാണെന്ന് പോസ്റ്റ്പോൺ ചെയ്തത്. പക്ഷെ ഇന്നലെയും വേറൊരു മീറ്റിംഗ് കാരണം ഈ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ വീണ്ടും ഇത് പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ആ മന്തിനകത്ത് തന്നെ പോസ്റ്റ്പോൺ ചെയ്ത് ചെയ്യണം. ഇപ്പൊ ഒക്ടോബറിലാണെങ്കിൽ ഒക്ടോബർ മാസത്തിനകത്ത് മാത്രമേ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. നവംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഇതിനിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാൻ നമുക്ക് വേറെ ഡേറ്റ് ഇല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നേരെ ക്യാൻസൽ ഇൻസ്പെക്ഷനിലേക്ക് പോവുക. 24th ഒക്ടോബർ എടുക്കുക. ഇൻസ്പെക്ഷൻ പെൻഡിങ് കാണിക്കും. ഇതിൻ്റെ അകത്ത് 29th ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇൻസ്പെക്ഷൻ ഉണ്ട്. ചെറുകാട്ട് ഇൻഡസ്ട്രീസ്, ഈ റഹ്മത്ത് RFIs പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പൊ അതിന് ഒരു റീസൺ കൊടുക്കണം. നമ്മളൊരു റീസൺ കൊടുത്തിട്ട് ആ ഇൻസ്പെക്ഷനെ ക്യാൻസൽ ചെയ്യാം. അപ്പം ചെയ്യാൻ പറ്റാത്ത ഇൻസ്പെക്ഷൻ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ അപ്രൂവൽ മെക്കാനിസംസ് എങ്ങനെയാണെന്നുള്ളത് PCB തന്നെ ഡിസൈഡ് ചെയ്യണം. ഇൻസ്പെക്ടർക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അപ്രൂവൽ എങ്ങനെയാണെന്നുള്ളത് PCB തന്നെ ചെയ്യണം. നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ജോയിന്റ് ഡയറക്ടർക്ക് റിക്വസ്റ്റ് കൊടുത്ത് ഇന്ന് ട്രെയിനിങ് ഉള്ളതാണ് ക്യാൻസൽ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ കാരണം അപ്രൂവൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് ഉണ്ടായിരുന്നത്. ഒരു മാസം എത്ര യൂണിറ്റ് ഇൻസ്പെക്ട് ചെയ്യണമെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നവംബർ മാസത്തിലേക്ക് കയറി അത് ചെയ്തു.
സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നവംബറിലേക്കുള്ളതാണ് ചെയ്യുന്നത്, നമ്മൾ ഒക്ടോബർ മാസത്തിലാണ്. അതുകൊണ്ട് നെക്സ്റ്റ് മന്ത് ഷെഡ്യൂൾ എന്നുള്ളത് എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത മാസത്തേക്കുള്ള ഷെഡ്യൂൾ ആവും. ഷെഡ്യൂൾ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഷെഡ്യൂള് ഫൈനലൈസ് ചെയ്യണം എന്നൊരു പ്രോംപ്റ്റ് ഡെസ്ക്ടോപ്പിൽ മെയിൻ സ്ക്രീനിൽ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് കാണിക്കും, ടീം സൈസ് എല്ലാം കാണിക്കും. അത് പോസ്റ്റ്പോൺ ചെയ്യണോ റീഷെഡ്യൂൾ ചെയ്യണോ? റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഈ കറണ്ട് ഇൻസ്പെക്ഷൻ ഷെഡ്യൂളിൽ ഇതങ്ങ് പോകും. ഈ പത്തിയൂർ കാഷ്യൂ ഫാക്ടറി ഈ മാസം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ റീഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പുതിയ ഡേറ്റ് ഒന്നും ചോദിക്കില്ല, റിമാർക്സും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം ഫൈനലൈസ് ആവുന്ന ഷെഡ്യൂളിൽ പത്തിയൂർ കാഷ്യൂ ഫാക്ടറി വരത്തില്ല. പോസ്റ്റ്പോൺ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഏത് ഡേറ്റിലേക്കാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുന്നത്. പോസ്റ്റ്പോൺ ചെയ്യുന്ന പോലെ തന്നെ പ്രീപോൺ ചെയ്യാം, മുന്നോട്ടോ പിന്നോട്ടുള്ള ഡേറ്റ് ഇടാം. ആ കറണ്ട് മന്തിലെ ഡേറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു റെസ്ട്രിക്ഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ ഇതാണ് ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഇൻസ്പെക്ടേഴ്സ് ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ഞാൻ വേറൊരു ലോഗിനിൽ നിന്ന് കാണിച്ചു തരാം. ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഇൻസ്പെക്ടേഴ്സും ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറുക. അതിൻ്റെ അകത്ത് നമ്മളെ ആ ജില്ലയിലുള്ള ഓഫീസേഴ്സിന്റെ എല്ലാം ലിസ്റ്റ് കാണും. ഇപ്പം ഒരാൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ രമേശ് ചന്ദ്രനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. പുള്ളി കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി, പുള്ളിയെ സെലക്ട് ചെയ്യുക. അദ്ദേഹത്തിന് ഇൻസ്പെക്ഷൻസ് ഒന്നും പെൻഡിങ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാതെ കിടക്കുന്ന ഇൻസ്പെക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും റിപ്പോർട്ട്സ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം പുള്ളി കൊണ്ട് അപ്ഡേറ്റ് ചെയ്യിച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് എറർ ആവും. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആയിട്ട് പുള്ളി അടുത്ത ജില്ലയിൽ പുള്ളി റിഫ്ലക്ട് ചെയ്യില്ല. അപ്പം ഇൻസ്പെക്ടർക്ക് പെൻഡിങ് ഇൻസ്പെക്ഷൻസ് ഒന്നുമില്ല. ഇതെടുക്കുക, ഏത് ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ജില്ല സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ കൊടുക്കുക, കൺഫർമേഷൻ ചോദിക്കും, ഓക്കെ കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പേരിനി കൊല്ലം ജില്ലയിൽ റിഫ്ലക്ട് ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ആ ഓഫീസിലെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രമേശ് എന്നുള്ള ആളിനെ ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി ഉൾപ്പെടെയാണ് ഡേറ്റ അങ്ങോട്ട് പോകുന്നത്. അപ്പം ട്രിവാൻഡ്രം ജില്ലയിലെ ഇമെയിൽ ഐ ഡി രമേശിന്റെ പേരിലായിരിക്കും. ട്രിവാൻഡ്രത്തേക്ക് വരുന്ന പുതിയ ആളിന് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ശ്രദ്ധിച്ചോണം. 2 ഇമെയിൽ ഐ ഡി ഒരാൾക്ക് സൈമിൾട്ടേനിയസ്ലി വരാൻ സിസ്റ്റം സമ്മതിക്കത്തില്ല. അപ്പൊ ട്രാൻസ്ഫർ ടൈമിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ യൂസർ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നായിരിക്കും സിസ്റ്റം കാണിക്കുന്നത്. ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാറേ, ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇനി ഇത് ഈയിടെ കൊണ്ടുവന്നൊരു ഒരു ഓപ്ഷനാണ് ഈ റിവോക്ക് ക്യാൻസലേഷൻ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ അറിയാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയാതെ ക്യാൻസൽ ചെയ്തു. ഒരു ഇൻസ്പെക്ടർ റിക്വസ്റ്റ് വന്നു, പക്ഷേ ക്യാൻസൽ ചെയ്ത ഇൻസ്പെക്ഷൻ മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് ഈ ക്യാൻസൽ ചെയ്ത ഇൻസ്പെക്ഷൻസ് എടുക്കാം. ഇപ്പൊ RF എന്റർപ്രൈസസ് നമ്മൾ ഇന്നിപ്പോൾ ക്യാൻസൽ ചെയ്താൽ അത് നമ്മൾ എന്തുകൊണ്ടാണ് ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യുന്നതെന്നുള്ളൊരു റീസൺ കൊടുത്തിട്ട് ആ ക്യാൻസലേഷൻ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും അത് ഇൻസ്പെക്ഷൻ ഷെഡ്യൂളിൽ റീഅപ്പിയർ ചെയ്യും. അപ്പം ആ ഒരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പക്ഷേ റീഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം റീഷെഡ്യൂൾ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. റീഷെഡ്യൂൾ എന്ന് വെച്ചാൽ ആ ഇൻസ്പെക്ഷൻ ഷെഡ്യൂളിൽ നിന്ന് അതങ്ങ് മാറും. അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ റാൻഡമായിട്ട് പിക്ക് ചെയ്താൽ മാത്രമേ പിന്നെ അത് വരത്തുള്ളൂ. ക്യാൻസലേഷൻ നമുക്ക് ആ മാസം അവസാനം വരെ അത് റിവോക്ക് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കറണ്ട് മന്തിന് മാത്രമേ പറ്റത്തുള്ളൂ. റിവോക്ക് ചെയ്തെടുക്കാം. പോസ്റ്റ്പോൺ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് എങ്ങനെ വേണമെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻ എപ്പോഴും അവൈലബിൾ ആണ്.
അതിന് ആ 2 ഓപ്ഷൻസിലും വലിയ പ്രശ്നമില്ല. പക്ഷെ റീഷെഡ്യൂൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. ഇൻഡസ്ട്രി കാറ്റഗറൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പക്ഷെ നമുക്ക് വലിയ ഫംഗ്ഷൻ വരില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡേറ്റാബേസ് ആണ്. എന്തെങ്കിലും ചെറിയ അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. വലിയ ഫംഗ്ഷനാലിറ്റി അതിൻ്റെ അത് വരുത്തില്ല. ഇനിയുള്ളത് ഇൻസ്പെക്ഷൻസ് കണ്ടക്റ്റഡ്, ഇൻസ്പെക്ഷൻ ഫൈനൽ റിപ്പോർട്ട്, നോൺ കംപ്ലയൻസ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് ആണ്. ഇൻസ്പെക്ഷൻസ് കണ്ടക്റ്റഡ് എടുത്തു കഴിഞ്ഞാൽ ആ മാസം ചെയ്ത ഇൻസ്പെക്ഷൻസ്, അതിന്റെ സ്റ്റാറ്റസ്, അതിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ കംപ്ലീറ്റഡ് ആണെങ്കിൽ അതിനൊരു റിപ്പോർട്ട് കാണും. പോസ്റ്റ്പോൺ ആണെങ്കിൽ ഇല്ല, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വരത്തില്ല. ക്യാൻസൽ ആണെങ്കിലും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കാണത്തില്ല. അപ്പം ഈ ഒരു ഡേറ്റ ഇവിടുന്ന് കിട്ടും. ഇനി നോൺ കംപ്ലയൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുള്ളതുണ്ട്. അത് രണ്ട് എന്താണെന്നുള്ളത് പിന്നെ അടുത്ത ഇൻസ്പെക്ടർ ലോഗിനിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കുള്ള റിപ്പോർട്ട്സ് ആണ്. ഇവിടെ നമുക്ക് നോൺ കംപ്ലയൻസ് റിപ്പോർട്ട്സ്, ഈ ഫാക്ടറിക്ക് പോയിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു മെനു ഇവിടെ ഉണ്ട്. ഇൻസ്പെക്ഷൻ ഫൈനൽ റിപ്പോർട്ടിൽ ആരെങ്കിലും ഇൻസ്പെക്ഷൻസ് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അത് ഇപ്പൊ നമുക്കെല്ലാം അപ്രൂവ് ചെയ്ത് വിട്ടിരിക്കുന്ന കാരണമാണ് ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്നുള്ള മെനു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം കൊല്ലത്തെ ട്രിവാൻഡ്രത്തെ ഒരു ഇൻസ്പെക്ടർ ഒരെണ്ണം ഇൻസ്പെക്ട് ചെയ്താൽ ആ റിപ്പോർട്ട് ഇവിടെ വന്ന് കിടക്കും. അത് ഫൈനലായിട്ട് ഡിസ്ട്രിക്ട് ഓഫീസർ അപ്രൂവ് ചെയ്യുന്നിടം വരെ ഈ ടേബിളിലായിരിക്കും അത് അപ്പിയർ ചെയ്യുന്നത്. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് പോകും, എന്നിട്ട് നോൺ കംപ്ലയൻസിലേക്ക് മാറും. നോൺ കംപ്ലയൻസ് അതിൻ്റെ തൊണ്ടെങ്കിൽ. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുള്ളൊരു മെനു. ഇനി ഇൻസ്പെക്ടർ സൈഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇതിപ്പം ഇൻസ്പെക്ഷന് ഫീൽഡിൽ പോകുന്നവർക്കുള്ള ലോഗിനിലാണ് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത്. ഞാനിപ്പോ കൊല്ലവും ആലപ്പുഴയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ എന്റെ മെനു ആണിത്. ഇതിൽ കയറി കഴിയുമ്പോൾ നമുക്കിപ്പം ഈ മാസം ഷെഡ്യൂൾ ആയതിന്റെ ഫുൾ ലിസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. ചെയ്യാനുള്ളതിന്റെ എല്ലാം ഏത് ഡേറ്റിൽ ഏതൊക്കെയാണുള്ളത് എന്നുള്ളതും പറഞ്ഞ് ഇവിടെ അറേഞ്ച് ചെയ്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ പെൻഡിങ് എന്നും പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലും കാണിക്കും. അപ്പം ഈ കലണ്ടറിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇത്രയും കാണിക്കാനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ഡേറ്റ വേണമെങ്കിൽ അത് അവരങ്ങനെ ചെയ്തു തരും. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു മെനു ഉണ്ട്. ഇനി ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ കമ്പനിയുടെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു മെനു ഓപ്പൺ ആയി കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ സർവീസസ് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ 4 സർവീസ് ലിസ്റ്റ് ചെയ്യും, 4 എണ്ണം ലിസ്റ്റ് ചെയ്യുമായിരിക്കും. ഞങ്ങൾക്ക് ഒരെണ്ണത്തിൽ തന്നെയാണ് എല്ലാം വരുന്നത് കൊണ്ട് ഒരെണ്ണമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. 4 എണ്ണം ലിസ്റ്റ് ചെയ്യും. അപ്പോൾ 4 എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി, ഇവിടെ വരും. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്പെക്ഷന് പോകുന്നവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കംപ്ലയൻസ് സ്റ്റാറ്റസ് യെസ്, നോ, നോട്ട് ആപ്ലിക്കബിൾ 3 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇതൊരു പോയിന്റ് ആണ്, അതിൽ 3 എണ്ണം ഉണ്ട്. യെസ് ആണെങ്കിൽ നമ്മൾ അവിടെ വയലേഷൻസ് ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് അതനുസരിച്ചുള്ള റിമാർക്സ് കൊടുക്കാം. നോ റിമാർക്സ് എന്നോ ഫൗണ്ട് എവറിത്തിങ് ടു ബി കംപ്ലൈഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അവിടെ എല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഈ റിമാർക്സ് എന്നുള്ള കോളം എല്ലാം കംപ്ലൈഡ് ആണെങ്കിൽ മാൻഡേറ്ററി അല്ല, യെസ് ആണ്. അതായത് ഇവിടെ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒബ്സർവേഷനിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ നോ റിമാർക്സോ എവറിത്തിങ് കംപ്ലൈഡ് വാട്ട് എവർ ഇറ്റ് ഇസ്, മാക്സിമം എത്ര വേർഡ്സ് ആണെന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്, അതനുസരിച്ച് കൊടുത്തേക്കുക. റിമാർക്സ് അവിടെ മാൻഡേറ്ററി അല്ല. നോട്ട് ആപ്ലിക്കബിൾ എന്ന് വരുന്നത് നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വർക്കിംഗ് അല്ല, ഈ പ്ലാന്റ് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഇനി ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, ഇൻസ്പെക്ഷൻ ചെന്ന ദിവസം അവിടെ വർക്ക് ഇല്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റ് അവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. ഈ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തതിന് ശേഷം അതിന്റെ കൂടെ നമുക്ക് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇവിടെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം, വൈ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു എന്നുള്ളതിനെ പറ്റി. അപ്പം അതും കൊടുക്കാം. ഇവിടെയും നമുക്ക് റിമാർക്സ് കോളം മാൻഡേറ്ററി അല്ല. ഈ നോ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലയൻസ് സ്റ്റാറ്റസ് നോ ആണ്, അതായത് ഇവർ കംപ്ലൈഡ് അല്ല,
വയലേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ആ വയലേഷൻ എന്നുള്ള കാര്യം നമ്മൾ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളതിന്റെ റീസൺ ഇവിടെ പറയുക. റിമാർക്സിന്റെ അവിടെ വയലേഷൻ എന്താന്നുള്ളത് എൻട്രി ചെയ്യുക. ഇപ്പൊ നമ്മളിവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊ വേണമെങ്കിൽ പറയാം, കുറെ ഓപ്പൺ പിറ്റ് ഉണ്ടായിരുന്നു, അതിന് കവേഴ്സ് ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. നോ കവേഴ്സ് ആർ പ്ലേസ് ഓവർ ദി ഓപ്പൺ പിറ്റ്. ഇനി അവർക്കുള്ള ഈ റിമാർക്സ് എന്ന് പറയുന്നതാണ് അവർക്ക് പോകുന്ന ഡയറക്റ്റീവ്. അപ്പൊ ആ ഡയറക്റ്റീവ് നമുക്കിപ്പം റീഫ്രെയിം ചെയ്തിട്ട് ഇവിടെ എഴുതേണ്ടി വരുന്നത് ഓൾ ഓപ്പൺ പിറ്റ്സ് ടു ബി കവേർഡ് എന്നായിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ പിറ്റ്സ് ആർ ഒബ്സർവ്ഡ് വിത്തൗട്ട് കവർ എന്ന് എഴുതി. ഇവിടെ റിമാർക്സിൽ ഓപ്പൺ പിറ്റ്സ് ടു ബി കവേർഡ് എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അവർക്കുള്ള ഡയറക്ഷൻ ആയിരിക്കും റിമാർക്സിലും കണ്ട കാര്യമായിരിക്കും ഒബ്സർവേഷനിലും വരുന്നത്. ഇത് രണ്ടും ഇവിടെ എൻട്രി ചെയ്തണം, മാൻഡേറ്ററി ആണ്. എന്നാലേ നമ്മുടെ ഇൻസ്പെക്ഷൻ ഓർഡറിലും നോൺ കംപ്ലയൻസ് റിപ്പോർട്ടിലും ഈ സാധനം വരുത്തുള്ളൂ. നോ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്സർവേഷനും റിമാർക്സും മാൻഡേറ്ററിലി ഫില്ല് ചെയ്യണം, എന്നാലേ ആ ഇൻസ്പെക്ഷൻ ഓർഡർ ജനറേറ്റ് ആവും. യെസ്സും നോട്ട് ആപ്ലിക്കബിളും ആണെങ്കിൽ ഒബ്സർവേഷൻ മാത്രം കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേവ് ഡ്രാഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രാഫ്റ്റ് സേവ് ചെയ്യുക. ഡ്രാഫ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സെൻഡ് ഫോർ അപ്രൂവൽ എന്ന് കിട്ടും. ഈ സെൻഡ് ഫോർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ പേരായിരിക്കും, ഒരാളുടെ പേരാണ് കാണിക്കുന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് പക്ഷേ 4 പേരുടെ പേര് വരും. അതിൽ ടീം ഹെഡ് എന്ന് പറഞ്ഞ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ലോഗിനിലേക്കായിരിക്കും ഇത് പോകുന്നത്. ടീം ഹെഡ് മിക്കവാറും എല്ലാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഓഫീസർ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ലോഗിനിലേക്ക് പോകും. ഈ സെൻഡ് ഫോർ അപ്രൂവൽ ചെയ്യുമ്പോൾ അദ്ദേഹം ആ ലോഗിനിൽ കയറി ഇതിനെ അപ്രൂവ് ചെയ്യണം. എന്നാലേ ഇതിന്റെ ഇൻസ്പെക്ഷൻ ഓർഡറും നോൺ കംപ്ലയൻസിന്റെ ഓർഡറും ജനറേറ്റ് ആവത്തുള്ളൂ. അപ്പം ഇൻസ്പെക്ടിംഗ് ഓഫീസർക്ക് ഇവിടെ വെച്ച് സ്റ്റെപ്സ് എല്ലാം കഴിയും. സെൻഡ് ഫോർ അപ്രൂവൽ ചെയ്താൽ മതിയാവും. ഇതോടുകൂടി നമ്മുടെ ഇൻസ്പെക്ഷന്റെ പ്രൊസീജിയർ കഴിയും. അപ്പം ഇൻസ്പെക്ഷൻ ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കണം ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അതേ ഉള്ളൂ. ഈ ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ഡേറ്റിലേക്ക് മാറ്റുക. എല്ലാം ചെയ്ത് കഴിഞ്ഞ് സെൻഡ് ഫോർ അപ്രൂവൽ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞു. ഇതാണ് ഇൻസ്പെക്ടർക്കുള്ള പ്രൊസീജിയർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഈ ഇതെല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിവിടെ വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ നടത്തുക, റിപ്പോർട്ട് ഒബ്സർവേഷനും റിമാർക്സും എൻട്രി ചെയ്യുക, ഡ്രാഫ്റ്റ് സേവ് ചെയ്യുക, സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് മേളിലൊരു 4 ടൈലുണ്ട്. ഇതിൽ നമുക്ക് എത്ര ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നുള്ള ടോട്ടൽ തുടക്കം മുതൽ എത്ര ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നു, അതിൽ എത്ര എണ്ണം ചെയ്തു, ഇനി ചെയ്യാൻ എത്ര എണ്ണം കിടപ്പുണ്ട്, ഫോർവേഡ് ഫോർ അപ്രൂവൽ. ഇപ്പൊ നമുക്ക് ഇൻസ്പെക്ഷൻ 29 പെൻഡിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നവംബറിലേക്കുള്ള ഷെഡ്യൂൾ റൺ ചെയ്തിരുന്നു. അതിവിടെ വന്ന് കിടക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. കംപ്ലൈന്റ് മൊഡ്യൂള് ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, വർക്കിംഗ് ആയിട്ടില്ല. പ്രീ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ഷൻ്റെതും അതിൻ്റെ അത് ആക്ടിവായിട്ട് വന്നിട്ടില്ല. അപ്പം ഇൻസ്പെക്ഷൻ പെൻഡിങ്, ഇൻസ്പെക്ഷൻ കണ്ടക്ടഡ്, കംപ്ലൈൻസ് ഫോളോ അപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇൻസ്പെക്ഷൻ ഓർഡറും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്ലോഡ് ഒക്കെ ഫംഗ്ഷനാലിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതെല്ലാം ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇതേ ഉള്ളൂ. ഇതിനകത്ത് റിപ്പോർട്ട്സ് എടുക്കുന്നതിനാണ് ഈ ഇൻസ്പെക്ഷൻ കണ്ടക്ടഡും ഇൻസ്പെക്ഷൻ പെൻഡിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൻസ്പെക്ഷൻ കണ്ടക്ടഡ് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ഇൻസ്പെക്ഷൻസും ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്പെക്ഷൻസും വരും. അതിന്റെ എക്സെല് PDF ആയിട്ടും എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ള ഫുൾ ഇൻസ്പെക്ഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതനുസരിച്ച് റിപ്പോർട്ട്സ് എല്ലാം പ്രിപ്പയർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഇൻസ്പെക്ഷൻ സൈഡിൽ വലിയ ഫംഗ്ഷനാലിറ്റീസ് ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. ലിസ്റ്റ് വരും മന്ത്ലി. ഈ ഇൻസ്പെക്ഷൻ പെൻഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടില്ലേ, ഇപ്പം നവംബറിലേക്ക് ഷെഡ്യൂൾ ചെയ്ത എൻ്റെ ഇൻസ്പെക്ഷൻസ് ആണ് ഇതെല്ലാം. ഇതൊന്നും ഫൈനലൈസ്ഡ് അല്ല. അപ്പം ഞാൻ ചെയ്യേണ്ട ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇത് നോക്കുന്നു, ഇതിൽ എനിക്ക് വേറെ ഡ്യൂട്ടീസ് ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസർ അടുത്ത് പറയുന്നു, ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഇൻസ്പെക്ഷൻ ഉണ്ട്, പക്ഷേ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിനെല്ലാം വേറെ വേറെ ദിവസങ്ങളിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇടുന്നു. അതനുസരിച്ച് ഡിസ്ട്രിക്ട് ഓഫീസിൽ നിന്ന് അത് കറക്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ഫൈനലൈസ് ചെയ്ത് തരും. അതനുസരിച്ച് പിന്നെ ഞാൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു.
ഈ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് ഏതൊരു ഒരു ദിവസം ഇപ്പം നവംബറിൽ ഇത് വരുമ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക് വേറെ ഫംഗ്ഷൻ ഒരു കാര്യം ഒഫീഷ്യൽ ബിസിനസ് വേറെ ഉണ്ട്. ഇപ്പോൾ 14th തന്നെ എനിക്കൊരു ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് വെക്കുക. അന്ന് എനിക്ക് വേറൊരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്താൽ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ആ പേരിൽ ക്ലിക്ക് ചെയ്യുക, സർവീസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ യെസ് നോ നോട്ട് ആപ്ലിക്കബിൾ, അതിൽ നോ ആണെങ്കിൽ ഒബ്സർവേഷനും റിമാർക്സും മാൻഡേറ്ററി ആണ്. യെസ്സും നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഒബ്സർവേഷൻ മാത്രം കൊടുത്താൽ മതി. സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക, സെൻഡ് ഫോർ അപ്രൂവൽ. അത് കഴിയുമ്പോഴത്തേ അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇതിന്റെ ഫർദർ ഫോളോ അപ്പ് എങ്ങനെ വേണമെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഡിസൈഡ് ചെയ്യുക. കാരണം ഫോളോ അപ്പ് ആക്ഷൻ ഉള്ളത് ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല. ഇപ്പം നോൺ കംപ്ലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫയൽ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് PCB തന്നെ നോക്കിയാൽ മതി. നോക്കുന്നേ ഇനി നിങ്ങളുടെ ലോഗിനിൽ നിന്നും കൂടെ ഒന്ന് ഇൻസ്പെക്ഷൻ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഓഫീസിന്റെ ലോഗിനിൽ ഒന്ന് കയറുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഒക്ടോബറിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒക്ടോബർ ഇപ്പൊ കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോ നവംബറിലേ ചെയ്യുന്നുള്ളൂ. നവംബറിലേക്ക് നമുക്കിപ്പോ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് പീരിയോഡിക് എടുക്കുന്നു. യൂണിറ്റ്സ് മന്ത് വൈസ് നമുക്ക് സെറ്റ് ചെയ്യണം ഇവിടെ. അപ്പം ഇതിലിപ്പം ഒക്ടോബറാണ് കിടക്കുന്നത്. ഒക്ടോബർ മാറ്റി നവംബർ, ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ലോഗിനായിട്ട് തിരുവനന്തപുരം മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ അകത്ത് ഹൈ എത്ര എണ്ണം വേണം? ഹൈ കൊടുക്കുക, മീഡിയം കൊടുക്കുക, ലോ കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ഷെഡ്യൂൾ ചെയ്യേണ്ടതിന്റെ എണ്ണമായി. ഹൈയിൽ 5, മീഡിയത്തിൽ 3, ലോയിൽ 2 ചെയ്യണം എന്നുള്ളത് ഇതായി. വീണ്ടും പീരിയോഡിക്കിലേക്ക് പോവുക. നെക്സ്റ്റ് മന്ത് ഷെഡ്യൂളാണ് നമ്മൾ റൺ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് റൺ ആവും. ഇപ്പൊ എണ്ണം ഫൈനലൈസ് ചെയ്ത് അത് ചെയ്യുന്നില്ല. നെക്സ്റ്റ് മന്ത് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഇനി നവംബർ 1 ആണ് ചെയ്യുന്നതെങ്കിൽ മന്ത്ലി ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അതേയുള്ള ഡിഫറൻസ്. കറണ്ട് മന്ത് ആണെങ്കിൽ മന്ത്ലി ഷെഡ്യൂളും നെക്സ്റ്റ് മന്തിലേക്കുള്ളതാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഷെഡ്യൂൾ എടുക്കുക. നമ്മളിതൊരു ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ ആവും. ഈ ഡ്രാഫ്റ്റ് ഷെഡ്യൂള് ആ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ഇൻസ്പെക്ടേഴ്സിന്റെയും എല്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന്റെയും ലോഗിനിൽ കയറുമ്പോഴത്തേക്കും മേളിലുള്ള ടൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും. ആ ടൈലിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ്സ് നോക്കുക. നമുക്ക് പറ്റാത്ത ഡേറ്റുകളാണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് കൊടുക്കുക. അവർ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഡേറ്റ് വെച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്ത് ഫൈനലൈസ്. ഷെഡ്യൂൾ റൺ ചെയ്ത് പിന്നെ നമുക്കൊരു ഷെഡ്യൂൾ റൺ ചെയ്യാം. തിരുവനന്തപുരത്തേക്ക് വേണ്ടിയുള്ള ഷെഡ്യൂൾ റൺ ചെയ്യാം. നെക്സ്റ്റ് മന്ത് ഷെഡ്യൂള് നവംബറിലേക്കുള്ള നെക്സ്റ്റ് ഷെഡ്യൂള് ഹൈ റിസ്ക് 5, മീഡിയം റിസ്ക് 3, ലോ റിസ്ക് 2 എന്ന് വെച്ച് നമ്മൾ റൺ ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ ഷെഡ്യൂൾ റണ്ണായി. മന്ത് ഓഫ് നവംബർ. ഇപ്പൊ ഒക്ടോബർ മാസം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ഇതങ്ങ് പോകും. അപ്പം ഇനിയിപ്പം നവംബറിലേക്കുള്ള നമ്മളെ ഷെഡ്യൂള് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 എണ്ണം സൺഡേസിലാണ് വന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് ഡേയ്സിലാണ്. ഇനി ഷെഡ്യൂൾ ഫോർ ദ മന്ത് ഓഫ് നവംബറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത 10 എണ്ണവും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നേരത്തെ ഞങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞാണ് ഇൻസ്പെക്ഷൻ ടീം എന്നും പറഞ്ഞാണ് നിങ്ങൾക്ക് വരുന്നത്. ഇൻസ്പെക്ടേഴ്സിന്റെ എണ്ണം കൂടുതലായുണ്ട്. ഇൻസ്പെക്ഷൻ ടീമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും പേര് വന്നു. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരാളുടെ പേര് കാണിച്ചതിന് പകരം 4 പേരെ വെച്ചിട്ടാണ് നിങ്ങളുടെ ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരാണ് ടീം ഹെഡ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഇത് ഓഫീസിലെ എല്ലാവരുടെയും പേര് വന്നിട്ടില്ലല്ലോ മേഡം. 7 പേരല്ലേ തിരുവനന്തപുരം ജില്ലയില്? അതെ, 7 പേരില് നമ്മള് 7 പേര് അത് ഓക്കെ, അത് പറഞ്ഞുതരാം. നമ്മുടെ യൂസർ മാനേജ്മെന്റില് നമുക്കിവിടെ ഇത്രയും പേര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ലിസ്റ്റ് ആണ്. ഇൻസ്പെക്ടർ പൂളിംഗ് എടുത്താലേ എംപ്ലോയി ലിസ്റ്റ് ഇത്രയും പേരുണ്ട്. നമ്മൾ എല്ലാവരെയും പേര് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ അകത്ത് ഇൻസ്പെക്ഷൻ ടീം എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്ത് 7 പേരെയാണ് ഇൻസ്പെക്ഷൻ ടീമിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ടീം അസൈനിങ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഇതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ടീം അസൈനിങ്ങിൽ അവൈലബിൾ ഇൻസ്പെക്ടേഴ്സ് 7 ആണ്. ഓരോ ടീമിലും 4 പേരെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ 7 പേരിൽ നിന്ന് 4 പേരെ റാൻഡം ആയിട്ട് സിസ്റ്റം പിക്ക് ചെയ്യത്തേ ഉള്ളൂ. ശരി ശരി. അങ്ങനെയാണ് ഈ 4 പേരുടെ പേര് വരുന്നത്. അതുകൊണ്ടാണ് ടീമിൽ 4 പേര് വന്നത്. ഒരു മാസമാണോ ഈ ടീം? അതിപ്പം 4 പേര് വേണോ 3 പേര് അതെങ്ങനെ വേണോ എന്നുള്ളത് PCB ക്ക് തീരുമാനിച്ചതനുസരിച്ച് മാറ്റാം. ഇത് ഇങ്ങനെ വെച്ചിരുന്നാൽ എല്ലാ മാസവും ഇങ്ങനെ ആയിരിക്കും. ഈ 7 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യും. അല്ല, എല്ലാ മാസവും ഇതിൽ 4 പേര് പോകണം? എല്ലാം 4 പേരായിരിക്കത്തില്ല മാഡം. ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ 4 പേര് തന്നെ 7ല് 4 പേരാ. 7ൽ നിന്ന് ഏതെങ്കിലും 4 പേരായിരിക്കും വരുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഇൻസ്പെക്ഷന് നമുക്ക് 4 പേര് വന്നിരിക്കുന്നത് ഇത്രയും പേരാ. 7ൽ നിന്ന് റാൻഡം ഈ 4 പേരാണ് എടുത്തേക്കുന്നത്. ചിലപ്പോ അടുത്തതിൽ ഈ 4 പേരായിരിക്കില്ല. അതാ ചോദിച്ചേ. നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഡിസംബറിൽ എടുക്കുമ്പോ ഈ 4 പേരാവണമെന്നില്ല. ഡിസംബറിലല്ല, ഇതിൽ തന്നെ ഈ ഷെഡ്യൂളിൽ തന്നെ 4 പേര് വേണമെന്നില്ല. ഈ 4 പേര് തന്നെ. ഇപ്പൊ ഇതിനകത്ത് റിൻസി, കിരൺ, സാബ, സരിത. താഴെ വന്നിട്ട് രാഹുൽ, ലാവണ്യ, കിരൺ, സരിത. ഒരു ഇൻഡസ്ട്രിയിൽ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഈ 7ൽ നിന്ന് 4 പേരെ റാൻഡം ആയിട്ട് എടുക്കാം. അത് തന്നെ. അത് ഒരു ഇൻഡസ്ട്രിക്കാണോ, ഒരു ദിവസത്തേക്കാണോ? ഒരു ഇൻഡസ്ട്രിക്ക്. ഇപ്പൊ ഈ ദിവസം ഉള്ളത് ഈ ബത്തൂൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇല്ലേ, അവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ 4 പേരെ സെലക്ട് ചെയ്തു. അതേ ദിവസം തന്നെ വേറൊരു ഫാക്ടറി ആണെങ്കിൽ ചിലപ്പം വേറെ 4 പേരായിരിക്കും. ഈ 7ൽ നിന്ന് 4 പേരെ റാൻഡം ആയിട്ട് എടുക്കത്തുള്ളൂ. 4 പേര് ഒരുമിച്ച് ഒരാൾ പോയാൽ മതിയാവും. അത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ തീരുമാനിച്ചാൽ മതി. PCB തീരുമാനിച്ചാൽ മതി. ഇത് കമ്പൈൻഡ് ഇൻസ്പെക്ഷൻ അല്ലേ? അപ്പൊ ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യണ ആരാണ് സർ? ഇതൊരു സെൻട്രൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഒരു കമ്പൈൻഡ് കുറെ ഡിപ്പാർട്ട്മെന്റ്സ് കൂടെ ചേർന്ന് പോണല്ലേ? അപ്പൊ ആരാണ് ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്? ഇത് കമ്പൈൻഡ് അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ PCBയുടെ റാൻഡം ഇൻസ്പെക്ഷൻസ് മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. കംപ്ലയൻസ് മോണിറ്ററിംഗ് മാത്രമാണ്. ജോയിന്റ് ഇൻസ്പെക്ഷൻ വേറെയാണ്. ഇതല്ല, അതിന് വേറെ സിസ്റ്റം ഉണ്ട്. ഇതിന്റെ അകത്തൂടെ തന്നെ ലോഗിൻ എല്ലാം വേറെയാണ്. ഇത് കംപ്ലയൻസ് മോണിറ്ററിംഗ് മാത്രമാണ്. അപ്പം ഇന്ന ദിവസം ഇപ്പം ഈ മാഡം ഇതിപ്പോ 1/11 ഈ ഒരു യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതില് 7 പേരിൽ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് സിസ്റ്റം. ഇനി ഈ 1/11 തന്നെ ഇപ്പൊ വേറൊരു കമ്പനി വന്നാൽ ഈ 4 പേര് തന്നെ അതിൽ വരണമെന്നില്ല, വേറെ ആയിരിക്കും ചിലപ്പോ. അല്ല, അപ്പൊ നമുക്ക് ഒരാളെ മാത്രം വെച്ചിട്ട് ചെയ്തുകൂടെ? ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ ചെയ്ത പോലെ ഒരാളെ മാത്രമായിട്ട്? അങ്ങനെയാണെങ്കിൽ ടീം സൈസ് 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അതെ, ടീം സൈസ് 1 ആയിട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ മേഡം, അത് എനിക്കൊന്ന് ഞങ്ങൾക്ക് കാര്യം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഗ്രേഡ് 1ഉം ഗ്രേഡ് 2നും എല്ലാ ഫാക്ടറിയും ഇൻസ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ റെഡ്, ഓറഞ്ച്, ഗ്രീൻ ക്ലാസിഫിക്കേഷനിൽ അതെങ്ങനെ ജൂറിസ്ഡിക്ഷൻ വരുമെന്നുള്ളത് ഒന്ന് നോക്കേണ്ടി വരും. PCB നോക്കിയാൽ അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയാൽ മതി. അല്ല, എന്തായാലും ഒരു ഫാക്ടറിയിൽ ഒന്നിലധികം പേരെ വിടാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ടീം ഹെഡിനെ ഒരാളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആളിനെ ഇപ്പം ഇതിനകത്ത് എനിക്കിപ്പം ഇതിലാളുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. അതായത് നമുക്കിപ്പോ ഇവിടെ ഓരോ ഏരിയ വൈസ് ഒക്കെ എമാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം പറ്റില്ലല്ലോ അല്ലെ? ഇല്ല, ഇതിപ്പം ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. ഡിസ്ട്രിക്ട് വൈസ് ഇൻസ്പെക്ഷൻ ആണ്. ഇത് സോഫ്റ്റ്വെയർ ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് മാനുവൽ കൺട്രോൾ ഇല്ല. ഇപ്പം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിനെ എടുക്കുകയാണെങ്കിൽ കൊല്ലത്തൊരു ഇൻസ്പെക്ടറും ആലപ്പുഴ ഒരു ഇൻസ്പെക്ടറും ആണ്. ഞങ്ങൾക്ക് 2 ജില്ലയും കൂടെ ചേർത്ത് ഒരുമിച്ചാക്കിയിട്ടാണ് റാൻഡമൈസേഷൻ ചെയ്തേക്കുന്നത്. അപ്പം കൊല്ലത്തിരിക്കുന്നയാൾക്ക് ആലപ്പുഴയും വരാം, ആലപ്പുഴ ഇരിക്കുന്നയാൾക്ക് കൊല്ലവും വരാം. അങ്ങനെയാണ് ഇൻസ്പെക്ഷൻ വരുന്നത്. PCB ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് മൾട്ടിപ്പിൾ ഓഫീസസ് ഉള്ള കാരണം ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് തന്നെ ആയിരിക്കും ഷെഡ്യൂളായി വരുന്നത്. സാർ, ഈ സിസ്റ്റം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈ ഇൻഡസ്ട്രി സിസ്റ്റമാണ് വേണം സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ആകെപ്പാടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു മാസം എത്ര എണ്ണം ചെയ്യണം.
പിന്നെ ആ ജില്ലയിൽ എത്ര ഓഫീസേഴ്സ് ഉണ്ട്, എത്ര കമ്പനി ഉണ്ട്, ആ കമ്പനികളുടെ ഡേറ്റ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് സിസ്റ്റമാണ് എത്ര പേരുടെ ടീമാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത്രയും പേരുടെ പേരും എടുത്തു തരും. എത്ര കമ്പനികളുടെ പേര് വേണമെന്ന് വെച്ചാൽ അത്രയും കമ്പനികളുടെ പേരെടുക്കും. ഡേറ്റ് ഇടുന്നതും സിസ്റ്റം തന്നെയാണ്, ഇന്ന ഡേറ്റിൽ ഇന്ന കമ്പനി എന്നുള്ളത്. പിന്നെ ആ ഡേറ്റ് നമുക്കിപ്പോൾ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്കാണെങ്കിൽ ടീം ഹെഡിനെ സെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആരാ പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ച് അയാൾ മാത്രം പോയാലും മതിയാവും. ഒരാളെ മാത്രമായിട്ട് ആക്കാൻ പറ്റില്ല സർ, ഈ 4 പേരെയും സെലക്ട് ചെയ്യണം. ടീം ഹെഡ് ഒരാളെ സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് പറഞ്ഞ ചെയ്യുന്നു. ആദ്യത്തെ ഇതിന് ഈ 4 ആരെയാണ് ടീം ഹെഡ് ആക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും മാഡം, കാറ്റഗറി അനുസരിച്ച് ഇവിടുത്തെ റിക്വയർമെന്റ് പോലെ. അല്ല, ടീം ഹെഡ് സാബ ജില്ലാ ഓഫീസറാണ്, സാബനെ ഇട്ടോളൂ. അതന്നെ മാഡം, സാബ. ഓക്കെ. അല്ല സർ, ഓരോ ഇൻസ്പെക്ഷൻ ഓരോ ടീം ഹെഡ് ആയിട്ട് സെലക്ട്, അങ്ങനെയല്ലല്ലോ. ഒരു ടീം ഹെഡിനെ ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം, അങ്ങനെയാണോ? അതായത് ഇപ്പൊ ഒരു ഇൻസ്പെക്ഷനിൽ 4 പേരുണ്ട്, അതിലൊരു ടീം ഹെഡ്, അങ്ങനെയാണോ? ഇതിൽ വേണമെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്യണം. 4 പേരുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇൻസ്പെക്ഷൻ ആകുമ്പോൾ ടീം ഹെഡ് അങ്ങനെ പറ്റില്ല സർ, അതാണ്. അപ്പൊ ഒരു ടീം ഹെഡ്, പിന്നെ അങ്ങനെ ടീമായിട്ടില്ല, ഒരാളായിട്ടാണ് പോണതേ. അപ്പോ അയാളെ ടീം ഹെഡ് ആക്കിയാൽ മതി, എന്നിട്ട് അയാൾ തന്നെ പോയാൽ മതി. നമ്മളിപ്പോ പോവാൻ ഉദ്ദേശിക്കുന്ന ആളിനെ ടീം ഹെഡ് ആക്കി. ഇപ്പം ഈ സെക്കൻഡ് വണ്ണിൽ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് വൺ നമുക്ക് അറിയാൻ പറ്റുക, സെക്കൻഡ് വണ്ണിൽ ലോഗിൻ ഇവിടെ ഉണ്ട്. അപ്പൊ സെക്കൻഡ് വണ്ണിൽ ഇപ്പൊ നമ്മൾ ലാവണ്യ 6 എന്നുള്ള ആളിനെ ടീം ഹെഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഷെഡ്യൂൾ ഡേറ്റിൽ തന്നിട്ട് ഇതിനെ, പക്ഷെ ഇതെല്ലാം സെറ്റ് ചെയ്താലേ ഇത് മൊത്തം ആവത്തുള്ളൂ. ഇതിൽ ടീം ഹെഡിനെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആരാണ് ടീമിന്റെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഹൈ അത് നോക്കി ചെയ്യേണ്ടി വരും. കാറ്റഗറി നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹലോ, ഒരു ഡൗട്ട്. പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മള് ടീം ഹെഡിനെ സെലക്ട് ചെയ്തിട്ട് ടീം ഹെഡിലെ ശരിക്കും ഇത് സെൻഡ് ഫോർ അപ്രൂവൽ ടീം ഹെഡിനല്ലേ കൊടുക്കണ്ടേ? ടീം ഹെഡിന് തന്നെ കൊടുക്കും. ടീം ഹെഡ് തന്നെയാണ് ഇൻസ്പെക്ടിംഗ് ഓഫീസറായിട്ട് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ തന്നെ അപ്രൂവൽ ബട്ടണും കിട്ടും. അല്ല, ഇപ്പൊ നമ്മളിപ്പം ഒരാൾ പോയി കഴിഞ്ഞാൽ ഇത് ആർക്കാണ് അപ്രൂവലിന് സെൻഡ് ചെയ്യുക? ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, രാഹുൽ, ലാവണ്യ, കിരൺ, സരിത. ഓക്കെ. ഇതിൽ നമ്മൾ ലാവണ്യ എന്നുള്ള മാഡത്തിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ടീം ഹെഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ എന്ന വ്യക്തിയാണ് ഇതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം കയറി റിപ്പോർട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അപ്രൂവലിന് വേണ്ടി അയക്കുമ്പോൾ ലാവണ്യ എന്നുള്ള ഇൻസ്പെക്ടറുടെ ലോഗിനിൽ കയറി അപ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരാൾ പോയാൽ എങ്ങനെയാ ചെയ്യാത് സാർ? ഇത് താലൂക്ക് വൈസ് കൊടുക്കാൻ പറ്റില്ലേ? ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കുമ്പോഴാണെങ്കിൽ ഇത്രയും പേരുടെ പേര്, താലൂക്ക് വൈസ് ആകുമ്പോ അതായത് താലൂക്ക് നോക്കണേ. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമൈസേഷൻ ആണ് മെയിൻ കൺസെപ്റ്റ്. ഇൻസ്പെക്ടറും റാൻഡം ആയിരിക്കണം, യൂണിറ്റും റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ പോയാലും നമുക്കൊരു മൾട്ടിപ്പിൾ ഓപ്ഷനിനെ ഇൻസ്പെക്ടർ സെലക്ട് ചെയ്തോളൂ. അപ്പൊ അതനുസരിച്ചാണ് ഇത് ഡിസ്ട്രിക്ട് വൈസ് എടുക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് എടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റുള്ള എല്ലാ ഓഫീസേഴ്സിനെയും കൂടെ ഒറ്റ പൂൾ ആക്കിയിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കൊടുക്കുന്നത് ഈ ആളിനെ സെലക്ട് ചെയ്യണം നമ്മൾ തന്നെയല്ലേ ചെയ്യണേ? ഹെഡ് എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കണം. ഇപ്പൊ റാൻഡം ആണ് സെലക്ട് ചെയ്യാമെങ്കിലും ഇപ്പൊ രാവണ്യെ സെലക്ട് ചെയ്യണത് നമ്മൾ തന്നെ, അല്ലെങ്കിൽ രാഹുലിനെ സെലക്ട് ചെയ്യണത് നമ്മൾ തന്നെയല്ലേ? അപ്പം അല്ല, ടീം ഹെഡിനെ അല്ലേ സെലക്ട് ചെയ്യുന്നുള്ളൂ? ടീം ഹെഡിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അവിടെ ടീം ഹെഡ് ആണോ തീരുമാനിക്കുന്നത് ആര് പോണം എന്നുള്ളത്? അങ്ങനെയാണല്ലേ? അല്ല, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത് ടീം ഹെഡ് ആയിരിക്കും. ഇവിടെ വിപിൻ സാറേ, 2 പേര് ചേർന്ന് ഇൻസ്പെക്ഷന് പോയി എന്ന് വെച്ചോ. 2 പേര്, ഇപ്പൊ രാഹുലും കിരണും കൂടെ ഇൻസ്പെക്ഷന് പോവാണ്. ലാവണ്യാണ് ടീം ഹെഡ്. ലാവണ്യ ഇൻസ്പെക്ഷന് പോകുന്നില്ല. ഇപ്പൊ രാഹുലും കിരണും കൂടി ഇൻസ്പെക്ഷന് പോകുന്നു. ഇതിൽ ആര് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എഴുതും? ആരെങ്കിലും ഒരാൾ എഴുതണം അല്ലേ? ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടി വരും. അത്
ചെയ്തിട്ട് ഇത് ലാവണ്യക്ക് അയക്കുന്നു. ലാവണ്യ ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യണം, അപ്രൂവ് ചെയ്ത് പോണം. ഇനി സപ്പോസ് നമ്മൾ ഈ ഇൻസ്പെക്ടേഴ്സിനെ പൂൾ ചെയ്യുന്ന, അതായത് ടീം എന്ന് പറയുന്നതിനകത്ത് ടീമിലെ മെമ്പേഴ്സിന്റെ എണ്ണം ഇപ്പൊ 4 സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പേര് വരുന്നത്. നമ്മള് ടീം എന്ന് പറയുന്നത് 1 ആക്കി കഴിഞ്ഞാൽ ഒരാളുടെ പേരെ വരത്തുള്ളൂ. പക്ഷേ അയാൾ തന്നെ ആയിരിക്കും ടീം ഹെഡും. ഒരു ബട്ടണിലേ വരുന്നുള്ളൂ, അതുപോലെ വരുന്നുള്ളൂ. പക്ഷെ ആ ആൾ ആരായിരിക്കും എന്നുള്ള സിസ്റ്റം മാത്രമേ അറിയത്തുള്ളൂ. അത് സിസ്റ്റത്തിനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് കാറ്റഗറൈസേഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ കംപ്ലയൻസ് മോണിറ്ററിംഗിന് ആക്ച്വലി ഈ പറഞ്ഞ പവർ ഡെലിഗേഷൻ മാറ്റി കൊടുക്കേണ്ടി വരും ഇവിടെ. അവിടെ അങ്ങനെ കംപ്ലയൻസ് ഇൻസ്പെക്ഷൻ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പം റെഡ് ചിലപ്പം എഇക്ക് വരാം. അല്ല, കംപ്ലയൻസ് നോക്കിയാൽ മതിയല്ലോ. ഓൾറെഡി ഇതിന് കണ്ടീഷണൽ ആയിട്ടൊരു കൺസെന്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ കണ്ടീഷൻസ് യെസ് ഓർ നോ പറയേണ്ട ഡ്യൂട്ടി മാത്രമേ എഇക്കുള്ളൂ. എഇ ഇൻസ്പെക്ടിംഗ് ഓഫീസർ തന്നെയാണ്. കൺസെന്റ് എൻക്വയറിക്കാണ് ആക്ച്വലി പിന്നെ റെഡ് കാറ്റഗറി ലാർജ് സ്കെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ആണ് ഞങ്ങൾക്ക് റീനോട്ടിഫൈ ചെയ്തത്. നമുക്ക് ജൂറിസ്ഡിക്ഷൻ ഡിവിഷൻ ജൂറിസ്ഡിക്ഷൻ ആയിരുന്നു. അതിപ്പോ റീനോട്ടിഫൈ ചെയ്ത് റീജിയണൽ ജൂറിസ്ഡിക്ഷൻ ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലയൻസ് മോണിറ്ററിംഗിന്റെ പവർ ഡെലിഗേഷൻ പിന്നെ ഒരു എല്ലാ യൂണിറ്റുകളും ആക്കി ബോർഡിൽ ഇന്റേണലി ഒന്ന് മാറ്റിയാൽ മതി അല്ലേ? അതേ ഉള്ളൂ. ഓക്കെ, ശരി, മനസ്സിലായി. പിന്നെ ഇതിനകത്ത് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അപ്പം ഒരാള് തന്നെ വരുന്ന ഒരാളുടെ പേര് തന്നെ വന്നോളും. അല്ല, അതില് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി വരില്ല. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിപ്പം അപ്പൊ ഓരോ എഇമാർക്ക് ഓരോ താലൂക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പം ഈ റാൻഡം ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു എഇക്ക് ഇപ്പം തൊടുപുഴ താലൂക്ക് ആണെങ്കിൽ ആ താലൂക്കിൽ നിന്ന് യൂണിറ്റ് ആയിരിക്കുമോ അവർക്ക് വരിക? അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് സിസ്റ്റമാണ്. തൊടുപുഴ താലൂക്ക് തന്നെയാവാം, വേറെ ഏതെങ്കിലും താലൂക്ക് ആവാം. പക്ഷെ കംപ്ലയൻസ് മോണിറ്ററിംഗിന്റെ സമയത്ത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള വർക്ക് ഓർഡറുമായിട്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത്. ഇതെന്ന് പറയുന്നത് ഇപ്പം തൊടുപുഴ താലൂക്ക് നോക്കുന്ന എഇ തന്നെ തൊടുപുഴ താലൂക്കിലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ കംപ്ലയൻസ് മോണിറ്ററിംഗിന് പോകുമ്പം അവിടെ ആ എഇ വേറൊരാൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ അത് ട്രാൻസ്പെറന്റ് ആണ്. മനസ്സിലായില്ലേ? ഒരു എഇ ഇൻസ്പെക്ഷന് പോയി അല്ലെങ്കിൽ ഒരാൾ ഇൻസ്പെക്ഷൻ നടത്തി കംപ്ലയൻസ് കൊടുത്ത ഒരു യൂണിറ്റിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. പക്ഷേ 4 പേര് ഒരുപാട് ട്രാൻസ്പെറൻസി വരുന്നില്ലല്ലോ. നമ്മൾ തന്നെയല്ലേ സെലക്ട് ചെയ്യണേ? അതാണ് എന്റെ ഡൗട്ട്. ഇല്ല, നമ്മള് ടീം ഹെഡിനെ മാത്രമല്ലേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇൻസ്പെക്ടിംഗ് ഓഫീസറെ സിസ്റ്റം എടുക്കുവോ? ടീം ഹെഡ് നമ്മൾ കൊടുക്കും, ഇൻസ്പെക്ടിംഗ് ഓഫീസർ സിസ്റ്റം. ഈ 4 പേരെയും സിസ്റ്റം ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആണ്. അപ്പൊ നമ്മളിപ്പോ ടീം ഹെഡ് അന്നേരം കൊടുക്കും. ഇപ്പൊ നമ്മൾ ഈ 4 പേരിൽ ഒരാളാണ് ഇൻസ്പെക്ഷന് പോകേണ്ടത്. മാക്സിമം ട്രാൻസ്പെറൻസി വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ ടീം എന്ന് പറയുന്ന 1 എന്ന് വെക്കുക. അപ്പൊ ആ ഒരാളെ സിസ്റ്റം മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. അയാൾ തന്നെ ആയിരിക്കും ടീം ഹെഡ്. ഇൻസ്പെക്ഷന് പോകുന്നു, അയാൾ തന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നു. ഇതിപ്പോ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണേ. അതപ്പൊ ടീമിലെ ഓഫീസേഴ്സിന്റെ എണ്ണം 1 എന്നാക്കിയാൽ മതി, 4 ആക്കണ്ട. അത് നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് NIC നമുക്കിപ്പോ ഇത്രയും ഇത് ആക്ച്വലി കുറച്ച് യൂണിറ്റ്സേ ഉള്ളെങ്കിൽ നമ്മളിപ്പോ ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ കമ്പനിയുടെ പേര്, അതിന്റെ നേരെ നമുക്ക് അവൈലബിൾ ഇൻസ്പെക്ടേഴ്സ് 7 പേരാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ടീം സൈസ് 4 എന്നും പറഞ്ഞ ഇവിടെ സെറ്റ് ചെയ്തേ. മാറ്റി 1 ആക്കാം. അപ്പം ഇതിപ്പോ ഇത്ര എണ്ണം ഉള്ളതാണ് NIC പറഞ്ഞ അവര് ഡയറക്റ്റ് ഇത് മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ 1 ആക്കി തരും. അത് വെച്ചിട്ട് നമ്മൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് വന്നോളും. ഈ ടീമായിട്ട് വരത്തില്ല. അത് നമുക്ക് NIC റിക്വസ്റ്റ് ചെയ്യാം. 1 എന്നാക്കാൻ പറയാം. അപ്പം ഈ 7 പേരിൽ നിന്ന് ഒരാളെ ഒരു ഫാക്ടറിയുടെ പേരിൽ വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ കൺഫ്യൂഷൻ ഇത് അതായിരിക്കും എളുപ്പം തോന്നുന്നു. ഈ ഒരു ഇങ്ങനെ ഈ ഓപ്ഷൻ എടുക്കേണ്ടി വരത്തില്ല. ഇത് ബേസിക്കലി ഇത് വരുന്നത് നമ്മൾ ഈ ഇതിന്റെ കൂടെ ഇപ്പം ടീം സെറ്റ് ചെയ്യാൻ വരുന്നത് ജോയിന്റ് ഇൻസ്പെക്ഷൻ ആകുമ്പോഴത്തേക്കും KSPCB
ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ലിസ്റ്റ് വരും. അവിടെയാണ് ആക്ച്വലി ടീമിന് അവിടെ വരുമ്പോൾ ഈ ടീം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആരെയാണ് ഇതിന്റെ കൂടെ വിടുന്നത് എന്നുള്ളതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇത് കൂടുതലും ഫംഗ്ഷനാലിറ്റി വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഈ 4 പേരെ വെച്ചോണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മെയിൻ ഇതായിട്ട് വന്നേ. അതെ അതെ. ഇത് വേണമെങ്കിൽ ഒന്ന് 1 ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുപോലെ നന്ദു ഒന്ന് നോട്ട് ചെയ്തോണേ. അങ്ങനെയാണെങ്കിൽ ഈ കൺഫ്യൂഷൻ അപ്പൊ ഇത് പിന്നെ ആലോചിക്കണ്ട. അപ്പം നേരത്തെ പോലെ ഫൈനലൈസ് റിപ്പോർട്ടും കൊടുത്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിസ്ട്രിക്ട് ഓഫീസർക്ക് റിപ്പോർട്ട് പോയിക്കോളൂ. അവിടുന്ന് പിന്നെ ഇൻസ്പെക്ഷൻ ഓർഡർ അയക്കാം. ഒരു സംശയം കൂടെ, ഒരു ദിവസം പ്ലാൻ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ അപ്പൊ പല പല സ്ഥലങ്ങളെ ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇതിപ്പോ വെച്ചോ, ഇപ്പം കൊല്ലം എടുക്കാം. കൊല്ലത്ത് ഇപ്പം കരുനാപ്പള്ളിയിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട് 1-ാം തീയതി. അന്നേ ദിവസം തന്നെ പരവൂര് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. നമുക്ക് പോസ്റ്റ്പോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഒന്നീ കരുനാപ്പള്ളി അല്ലെങ്കിൽ പരവൂരുള്ള ഇൻസ്പെക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാം. ചിലപ്പോൾ 1-ാം തീയതി കരുനാപ്പള്ളിയിൽ ഒരു ഇൻസ്പെക്ഷൻ കാണും, പിന്നെ 15-ാം തീയതി ആയിരിക്കും കരുനാപ്പള്ളിയിൽ അടുത്ത ഇൻസ്പെക്ഷൻ കിടക്കുന്നത്. ഇത് രണ്ടും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു ദിവസത്തേക്ക് ആക്കി ക്ലബ് ചെയ്തുകൊണ്ട് അങ്ങനെ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്താൽ മതി, അതായത് പോസ്റ്റ്പോൺ ചെയ്താൽ മതി. ഈ പോസ്റ്റ്പോൺ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇപ്പൊ ഈ 1-ാം തീയതി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏത് ദിവസമാണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. ഇവിടെ കൊടുത്തിട്ട് അതനുസരിച്ച് ഇതങ്ങ് മാറ്റുക. റിമാർക്സ് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് 1-ാം തീയതി പോസ്റ്റ്പോൺ ചെയ്തുള്ള റിമാർക്സ് കൊടുക്കുക. ഈ റീഷെഡ്യൂൾ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡേറ്റ് ഒന്നും ചോദിക്കില്ല. ഇത് ഈ ഷെഡ്യൂളിൽ നിന്ന് ഈ ഇൻസ്പെക്ഷൻ അങ്ങ് പോകും. അതിനുശേഷം അടുത്ത മാസമോ അതിന്റെ അടുത്ത മാസമോ റാൻഡം ആയിട്ട് വീണ്ടും പിക്ക് ചെയ്യുന്ന കൊടുത്ത് ഈ യൂണിറ്റ് വന്നാലേ വരത്തുള്ളൂ. പോസ്റ്റ്പോൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റിൽ കൺട്രോൾ ഉള്ളൂ. അപ്പൊ ഈ സൺഡേസിൽ വരാം, ഹോളിഡേയ്സ് വരാം, നമുക്ക് കോഡ് ഡ്യൂട്ടി ഉള്ള ദിവസം വരാം, മീറ്റിംഗ് ഉള്ള ദിവസം വരാം, ട്രെയിനിങ് അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം വരാം. അപ്പൊ ഇത് നമ്മൾ മാറ്റിയിരുന്നാൽ മതി. അതനുസരിച്ച് ഈ ഡേറ്റ് മാറ്റുക. ഇത് ഫൈനലൈസ് ചെയ്താലും കുഴപ്പമില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് 15th കഴിഞ്ഞ 20th എനിക്കൊരു ഡ്യൂട്ടി ഹെഡ് ഓഫീസിൽ നിന്ന് അസൈൻ ചെയ്തു. അന്ന് എനിക്കൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 20th എന്നുള്ള ഡേറ്റ് മാറ്റി വേറെ ഡേറ്റ് തരണമെന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് ഓഫീസർ പറഞ്ഞിട്ട് മാറ്റിയാൽ മതി. അന്ന് ഇന്ന ദിവസം വേറെ ജോലിയാണ്, അതുകൊണ്ട് 20th ഇൻസ്പെക്ഷൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം വേണമെന്ന് പറഞ്ഞ് ആക്കി കഴിഞ്ഞാൽ ഡേറ്റും പറഞ്ഞു കൊടുക്കാം. ആ ഡേറ്റിലേക്ക് മാറ്റി തരാൻ പറ്റും. ശരി. അല്ല, ഇവര് ചോദിച്ചാൽ എന്താണെന്നറിയോ, ഇപ്പം നമ്മള് താലൂക്ക് വൈസ് ആയിരിക്കും മാർക്ക് പിന്നെ വർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഒരു താലൂക്കിലെ ഇൻഡസ്ട്രീസ് മൊത്തം ഇന്ന നോക്കുക എന്നുള്ളത്. ഇപ്പൊ സപ്പോസ് തിരുവനന്തപുരം ആണെങ്കിൽ നെയ്യാറ്റിൻകര താലൂക്ക് നോക്കുന്ന ഒരു ഓഫീസർക്കാണ് ചിലപ്പം ഈ പറഞ്ഞ മാതിരി പിന്നെ വർക്കല ഇൻസ്പെക്ഷൻ വന്നേക്കുന്നതെങ്കിൽ അപ്പൊ അയാൾക്ക് അന്ന് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ ഈ ചിലപ്പം ഇദ്ദേഹത്തിന് അപ്പൊ നമുക്കത് നോക്കിയിട്ട് പോസ്റ്റ്പോൺ ചെയ്യുമ്പം ഇപ്പം നെയ്യാറ്റിൻകര ഓൾറെഡി നമ്മൾ ഇൻസ്പെക്ഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റിൽ നമുക്കൊരു വർക്കല ഇൻസ്പെക്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ വേറെ ഈ മാക്സിമം ഇൻസ്പെക്ഷൻസ് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. അപ്പോൾ ഇൻസ്പെക്ഷൻ ഉള്ള ദിവസത്തിൽ നിന്ന് മാറ്റി തിരക്കില്ലാത്ത വേറൊരു ദിവസത്തേക്ക് ആ വർക്കല ഇൻസ്പെക്ഷൻ മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഇപ്പൊ നെടുമങ്ങാടോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തുള്ള ഇൻസ്പെക്ഷനെ നമുക്ക് നെയ്യാറ്റിൻകര ഇൻസ്പെക്ഷൻ ഉള്ള ദിവസത്തേക്ക് പോസ്റ്റ്പോൺ മാറ്റാം അല്ലേ? ഒരു ദിവസം നമുക്ക് മാക്സിമം നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഇൻസ്പെക്ഷന്? അത് ഡിപ്പെൻസ് മാഡം. നമുക്ക് എങ്ങനെ എന്തുമാത്രം ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കാര്യമേ ഉള്ളൂ. യാത്രയും ഇൻസ്പെക്ഷന് വേണ്ടി എടുക്കുന്ന ടൈമും വെച്ചിട്ട് നമുക്ക് അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. ഇതിനകത്തെ ഇതിലിപ്പോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എസ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരു 4 യൂണിറ്റ് എനിക്ക് ഈ മാസത്തെ ഷെഡ്യൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് 3 എണ്ണം ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 3 കൂടെ ഒരു ദിവസം ഇട്ടിട്ട് ചെയ്യാം. സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരെണ്ണം വെച്ചാണോ അസൈൻ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ 10 എണ്ണം അല്ലേ PCBക്ക് സെലക്ട് ചെയ്തിട്ടുള്ളൂ. സപ്പോസ് നമ്മൾക്ക് 7 ഇൻസ്പെക്ടിങ് ഓഫീസേഴ്സ് ഉണ്ട്. ഒരു മാസം ഒരു ഇൻസ്പെക്ടിങ് ഓഫീസർ 10 കംപ്ലയൻസ് നോക്കണമെന്നാണ് ബോർഡിന്റെ ഒരു പോളിസി എന്ന് വെച്ചോ. അപ്പൊ ഒരു മാസം ഒരു ഓഫീസിൽ നിന്ന് 7 ഇൻസ്പെക്ടിങ് ഓഫീസേഴ്സ് ഉള്ള ഒരു ഓഫീസിൽ നിന്ന് 70 ഇൻസ്പെക്ഷൻ ആണല്ലോ നാച്ചുറലി വരിക. അപ്പൊ 70 ഇൻഡസ്ട്രീസിന്റെ ലിസ്റ്റ് വരും. അപ്പൊ ഒരു ദിവസം ഒന്നിലധികം ഇൻസ്പെക്ഷൻസ് വരില്ലേ ഇതിനകത്ത് ഒരാൾക്ക്? അങ്ങനെ വരും.
അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ടൈംസ് പക്ഷെ ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട്. ചിലപ്പോ ഒരാൾക്ക് ഒന്ന് കൂടുതലോ കുറവോ വരാറുണ്ട്. അത് കുഴപ്പമില്ല. താലൂക്കിലെ മാഡം എച്ച്ഒയില് ആർഒയില് എമാരെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുമോ നമ്മള് കൂടാതെ? ഇത് റാൻഡം ഇൻസ്പെക്ഷൻ അല്ലേ എന്തായാലും? ഇല്ല, ഇടാം. നമുക്ക് പൂൾ ചെയ്യുമ്പോഴേ ഓഫീസേഴ്സിന്റെ പേര് കൊടുക്കുമ്പം അങ്ങനെ ഇടാം. അതിനകത്തുനിന്നാണല്ലോ ടീമിനെ എടുക്കുന്നേ. കാരണം നമ്മൾ അല്ലാതെ തന്നെ വേറെ ഇൻസ്പെക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ റാൻഡം ഇൻസ്പെക്ഷനോട് വരുമ്പോൾ അങ്ങനെ ചെയ്യാം. റീജിയണൽ ഓഫീസിലെ എമാരെങ്കിലും ഇടാം. ഹെഡ് ഓഫീസിലുള്ള എയിനെ കാസർഗോഡ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ല, അതാത് സ്ഥലത്തെ റീജിയണൽ ഓഫീസിലെ കാര്യം പറഞ്ഞാൽ മതി. റീജിയണിലെ എമാരെ കൂടെ ആ മറ്റേ ആദ്യത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, 7 പേരുടെ ലിസ്റ്റിലെ. അപ്പൊ 7 എന്നുള്ളത് 10 ആവും. ഒരു ജില്ലക്ക് 10 വരും. പക്ഷെ അന്നേരം ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു റീജിയണൽ ഓഫീസിന് കീഴില് 3-ലധികം ഓഫീസുകൾ എന്തായാലും ഉണ്ടാവും. റീജിയണൽ ഓഫീസിൽ 3 എമാരേ ഉള്ളൂ. ഒരു റീജിയണില് ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ 4, എറണാകുളം കോഴിക്കോടും ആണെങ്കിൽ 6 വീതം ഓഫീസുകളുണ്ട്. അപ്പൊ ഈ റീജിയണൽ ഓഫീസിൽ മാക്സിമം 3 എമാരൊക്കെ കാണത്തുള്ളൂ. അപ്പൊ അവരെ ആ ഒരു ലിസ്റ്റിൽ ഇടുമ്പം ഒരാൾ ഒന്നിലധികം ലിസ്റ്റിൽ വരില്ലേ? അപ്പൊ ഓരോ ജില്ലയിലെയും അങ്ങനെ പറ്റുമോ വിൻസറെ? അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ ഓഫീസറുടെ യാത്ര ഒരു ബുദ്ധിമുട്ടാവും. അത് തന്നെ. അതായത് ഇപ്പം വിപിൻ സാറിന് റീജിയണൽ ജില്ലക്ക് ഒരാളെ ഉള്ളെങ്കിൽ 2 ജില്ലയിലുള്ള ഒരു റീജിയൺ ആക്കിയാണല്ലോ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ റീജിയണൽ ഓഫീസ് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെ എയ്ക്ക് 4 ജില്ല കൊടുക്കേണ്ടി വരും. 4 ജില്ലയുടെ ലിസ്റ്റിൽ ആ എ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അപ്പം തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റ് ഇടേണ്ടി വരും, കൊല്ലത്തിന്റെ ലിസ്റ്റ് ഇടേണ്ടി വരും. രണ്ടിടത്തും പേര് കൊടുത്താലേ അത് എടുക്കത്തുള്ളൂ. അതെ. അപ്പൊ 2 ലിസ്റ്റും രണ്ടിലും അല്ലെങ്കിൽ 4 പേരെയും ഈ റീജിയണൽ ഓഫീസിലുള്ള ആളിനെ ഓരോരുത്തർക്കും ഓരോ ഡിസ്ട്രിക്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇടണം. അങ്ങനെ കൊടുക്കാനില്ല. റീജിയണൽ ഓഫീസിൽ 3 എമാരേ ഉള്ളൂ. 4, 6 ഒക്കെയാണ് ഓരോ റീജിയണിന് കീഴിലുള്ള ഓഫീസുകളുടെ എണ്ണം. അതപ്പം ബുദ്ധിമുട്ടായിരിക്കും വേണ്ട. അത് അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് ജോയിന്റ് ഇൻസ്പെക്ഷന് വേണ്ടി ഡിപ്ലോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് വരുമ്പോ അവരെ അതിനു വേണ്ടി മാത്രം വെച്ചിട്ടേ. അല്ല, അതാ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നമുക്ക് പറഞ്ഞു തരാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന. ഞങ്ങൾ ആദ്യമേ നമ്മൾ തുടങ്ങിയപ്പം റീജിയണൽ എന്നും പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പൊ 3-4 ജില്ലകൾ ഇട്ടിട്ട് 4 ജില്ലയ്ക്കും കൂടെ എല്ലാരെയും കൂടെ ലിസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കും യാത്രാ സമയം ഇപ്പം കൊല്ലത്തിരിക്കുന്ന ഞങ്ങൾക്ക് കോട്ടയവും ചെങ്ങന്നൂരും എല്ലാം വരും. ട്രാവലിംഗ് ടൈമും അതെല്ലാം ഒരു ഇഷ്യൂ ആയിട്ട് മാറി. അങ്ങനെ പിന്നെ മാറ്റിയിട്ടാണ് നമ്മൾ മിനിമം റാൻഡം എന്നുള്ള രീതിയിൽ 2 ഡിസ്ട്രിക്റ്റ് എങ്കിലും ക്ലബ് ചെയ്യാന്ന് പറഞ്ഞ് 2 ഡിവിഷൻ ആക്കിയത്. അപ്പം ബാക്കി എല്ലാവരും ജില്ലാ അടിസ്ഥാനത്തിൽ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിവിഷൻ അങ്ങനെ ആക്കി. അപ്പൊ ഇവിടെ ഇപ്പം ജില്ലയിൽ ഇടുന്നതായിരിക്കും നല്ലത്. പക്ഷെ റീജിയണൽ ഓഫീസ് ഇരിക്കുന്ന ആൾക്ക് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഷെഡ്യൂൾ വരും. അല്ല, ഒരു ദിവസം തന്നെ 2 ജില്ല ഒന്നിച്ച് വരില്ലല്ലോ. അങ്ങനെ വരില്ലല്ലോ. അങ്ങനെ വരാം. കാരണം ഇപ്പം തിരുവനന്തപുരത്തേക്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും എന്നുള്ള റീജിയണൽ ഓഫീസിലെ എന്നുള്ള ഇൻസ്പെക്ടർക്ക് തിരുവനന്തപുരത്ത് 10-ാം തീയതി ഒരു ഇൻസ്പെക്ഷൻ വന്നു. കൊല്ലം റൺ ചെയ്യുമ്പോൾ ആ എക്ക് 10-ാം തീയതി കൊല്ലത്തും വേണമെങ്കിൽ വരാം. പക്ഷെ അന്നേരം വരുമ്പോ ഇത് മതി. അയാൾക്ക് ആ ജില്ലാ ഓഫീസറെ വിളിച്ചിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ലേ? റീഷെഡ്യൂൾ ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റാം, ഡേറ്റ് മാറ്റാൻ വേണം. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേണേ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. അല്ല, ഇത് കംപ്ലയൻസ് മോണിറ്ററിംഗും ജില്ലാ ഓഫീസിലുള്ളവർ ചെയ്യേണ്ട ജോലി തന്നെയാണ്. നമ്മൾ കംപ്ലയൻസ് മോണിറ്ററിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പോ മാൻഡേറ്ററി ആണ്. ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ പ്രകാരം കംപ്ലയൻസ് മോണിറ്ററിംഗ് ഈസ് ഓൾസോ മാൻഡേറ്ററി. സാറേ, ഒരു ഡൗട്ട്. നമ്മളിപ്പം 7 പേരെ ലിസ്റ്റ് ആണല്ലോ ആദ്യം ഇട്ടത്. അപ്പൊ അതിന്ന് 4 പേരെ പൂൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ മാക്സിമം നമുക്ക് എത്ര പേരെ പൂൾ ചെയ്യാൻ പറ്റും? 7 പേരെയും പൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് 7 പേരെ പൂൾ. അപ്പൊ 7 പേരുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് വരും. പക്ഷെ അതിൽ വരുമ്പോഴത്തേക്കും അത് വെച്ചിരിക്കുന്നത് ആക്ച്വലി ജോയിന്റ് ഇൻസ്പെക്ഷന് വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ 1 എന്നുള്ള രീതിയിലോട്ട് പോവല്ലേ? അതെ. അപ്പൊ 1 ആക്കി കഴിയുമ്പോൾ ഒരാളുടെ പേരെ വരത്തുള്ളൂ.
എന്നുള്ളത് ചോദിച്ചത്. 7 ഒരാളെ സെലക്ട് ചെയ്യും. അപ്പം ടീം സൈസ് നമുക്ക് അങ്ങനെ അനുസരിച്ച് പ്രശ്നം സെലക്ട് വരില്ലല്ലോ. ചെയ്ത് അതാ താലൂക്കിന്റെ എയിന് തന്നെ ട്രാൻസ്പെറൻസി ഇല്ല ഇല്ല, താലൂക്കിന്റെ എയിന് അതിന് ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇതിപ്പോ സക്കറിയ ഇൻസ്പെക്ഷൻ പണ്ടെങ്ങാനും ഇൻസ്പെക്ട് ചെയ്ത ഒരു യൂണിറ്റ് ആയിരിക്കും. അതിൽ ചിലപ്പം അടുത്ത ആയിരിക്കും അടുത്ത ഇൻസ്പെക്ഷന് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം. ഒരു യൂണിറ്റിൽ ഒരാൾ തന്നെ എപ്പോഴും പോവാതിരിക്കാനാണ് ഈ സിസ്റ്റം. അപ്പൊ താലൂക്ക് വൈസ് തന്നെ എമാരെ ഇതിനകത്ത് അലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വേണോന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഇപ്പൊ ഈ സ്ക്രീനിൽ നോക്കിയതേ കണ്ട എല്ലാരും ഡിസ്ട്രിക്ട് തിരുവനന്തപുരം മാത്രം എന്നുള്ള സാധനം കൊടുത്തിട്ടുള്ളൂ. തിരുവനന്തപുരം ജില്ലയിലുള്ള ഏത് യൂണിറ്റ് സെലക്ട് ചെയ്താലും സിസ്റ്റം ഏതെങ്കിലും ഒരു യൂണിറ്റ് എടുക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. ഈ ലിസ്റ്റ് 7 പേരുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ടീം സൈസ് 1 കൊടുക്കുന്നതെങ്കിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തിട്ട് പറയും ഇന്നയാള് ഇന്ന യൂണിറ്റ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ഇന്ന യൂണിറ്റ് ഇന്ന ദിവസം ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറയും. അത് സിസ്റ്റമാണ് ചെയ്യുന്നത്, അതിൽ നമുക്ക് റോളില്ല. അത് NICയുടെ അവരുടെ ലോജിക്കൽ ചെയ്തേക്കാണ്. ഒരു റാൻഡമൈസേഷൻ അവർ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചാണ് അത് പിക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ട്രിക്റ്റ് ആണ് കൊടുത്തത്, ഡിസ്ട്രിക്റ്റ് കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ അവിടെ. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് അതിന്റെ ആക്ച്വലി ഉദ്ദേശിക്കുന്ന അതാണ്. അതായത് ഒരു യൂണിറ്റിൽ ആ യൂണിറ്റിന്റെ ചാർജ് ഉള്ള ഓഫീസർ തന്നെ എപ്പോഴും ഇൻസ്പെക്ഷന് പോവാതിരിക്കുക, കോൺസിക്യൂട്ടീവ് ഇൻസ്പെക്ഷൻസ് ഒരാൾ തന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ഈ ബിസിനസ് റിഫോം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്നതിന്റെ ഒരു വൺ ഓഫ് ദ മേജർ ഗൈഡ് ലൈൻ ആണ് ഒരു ഇൻസ്പെക്ടർ കൺസിക്യൂട്ടീവ് ഇൻസ്പെക്ഷൻ ഒരു ഇൻസ്പെക്ടർ ചെയ്യാൻ പാടില്ല. ഇപ്പം ഇന്ന് ഞാനൊരു ഇൻസ്പെക്ഷന് പോയാൽ ആ യൂണിറ്റിൽ അതിന്റെ കംപ്ലയൻസോ എന്തെങ്കിലും അടുത്ത ഇൻസ്പെക്ഷന് പോകുന്നത് വേറൊരു ഇൻസ്പെക്ടർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അതിനകത്തൊരു ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. അപ്പൊ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ റാൻഡമൈസേഷൻ കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ഓർഡർ പ്രകാരമുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ പോവരുത് കംപ്ലയൻസ് നോക്കാൻ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ബൈ ചാൻസ് നമുക്ക് വരാം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സ്വന്തം താലൂക്കിനെ എടുക്കാത്ത രീതിയിൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പൊ അത്രയൊന്നും നമ്മൾ അന്ന് ചെയ്തിട്ടില്ല, അത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ കൊല്ലവും ആലപ്പുഴ എടുക്കുമ്പോൾ കൊല്ലത്ത് എന്റെ സ്വന്തം ഡിവിഷനിലെ ഫാക്ടറീസ് എനിക്ക് വരാറുണ്ട്. പക്ഷെ റാൻഡമായിട്ട് ആലപ്പുഴയും വരും. ആലപ്പുഴയിലെ ഇൻസ്പെക്ടർ എന്റെ ഡിവിഷനിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇത് ഇൻഡസ്ട്രിക്ക് ഫേവറബിൾ ആണ്. അവർക്കും ഒരു ഇതാണ്, നമുക്കും കുഴപ്പമില്ല. നമ്മൾ കംപ്ലയൻസ് നോക്കാൻ ചെല്ലുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്റെ ഫാക്ടറിയിൽ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ അവോയ്ഡായി. അതെ, അത് സിസ്റ്റം അലോട്ട് ചെയ്തതാണ് നമ്മൾ വന്നതെന്ന് പറയാം. നമ്മുടെ വർക്കിനെ മാക്സിമം അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് റെഡിയാക്കാം. ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്പോൺ, റീഷെഡ്യൂളും ഷെഡ്യൂള്, എംപ്ലോയി പൂളിംഗ് അങ്ങനെയുള്ള കാര്യം ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഡിസ്ട്രിക്ട് ഓഫീസറുടെ ലോഗിനിൽ മാത്രമാണ് ഉള്ളത്. ഇൻസ്പെക്ടർ ലോഗിനിൽ വ്യൂ ചെയ്യാനും ഷെഡ്യൂൾ വ്യൂ ചെയ്യാം, ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാം, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. ഷെഡ്യൂൾ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നേരത്തെ ഫിക്സ് ചെയ്ത ഒരു പ്രോഗ്രാമുമായിട്ട് ക്ലാഷ് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജന്റായിട്ട് ഇൻസ്പെക്ഷന് പോവേണ്ട ഒരു സ്ഥലത്ത് അന്നത്തെ ഇത് തടസ്സപ്പെടുകയോ ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഓഫ് ഓഫീസ് വഴി നിങ്ങളുടെ ഇൻസ്പെക്ഷൻ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തെടുത്താൽ മതി. ഇത് ഷെഡ്യൂൾ ചെയ്യുന്നതിന് അത് തന്നെ അങ്ങനെ തന്നെ മേഡം. ഇപ്പൊ നമ്മൾ നവംബറിലേക്കുള്ളതാണല്ലോ ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പൊ എല്ലാ ലോഗിനിലും കയറുമ്പോൾ ഇങ്ങനെ മേളിൽ 4 ടൈല് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാവും. ഈ നവംബറിലേക്കുള്ള നമ്മുടെ പേരിൽ വരുന്ന ഇൻസ്പെക്ഷൻസ് എല്ലാം കാണാം. ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരാളായി കഴിയുമ്പോഴത്തേക്കും അയാളുടെ മാത്രമേ കാണിക്കത്തുള്ളൂ. ആ ഡേറ്റ് നോക്കുക, ഡേറ്റ് നമുക്ക് കൺവീനിയന്റ് ആണോ അല്ലയോ നോക്കുക. ഇല്ലെങ്കിൽ റിക്വസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫീസർ കൊടുത്തിട്ട് ഇന്ന ഡേറ്റിലെ ഇൻസ്പെക്ഷൻ ഇന്ന ഡേറ്റിലേക്ക് ഇന്ന കാരണം കൊണ്ട് മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ചെയ്തിരിക്കുന്നത് മേഡം, ഞങ്ങൾക്കിപ്പം ഓരോ JDയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കാരണം ഇത് ചിലപ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, ഇന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടുന്ന നാളെ ഒരു മീറ്റിംഗ് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പഴയ പോലെ ത്രൂ പ്രോപ്പർ ചാനൽ അയച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
ത്രൂ വാട്സാപ്പ് തന്നെ റിക്വസ്റ്റ് ഇടും, ഇന്ന ദിവസം ഇൻസ്പെക്ഷൻ ഉണ്ട്, അത് ഇന്ന കാരണം കൊണ്ട് മാറ്റി തരണമെന്ന് റിക്വസ്റ്റ്. അതിൻ്റെ അകത്ത് തന്നെ JD തന്നെ അപ്പം തന്നെ റിപ്ലൈ തരും. എന്നിട്ട് JD ഓഫീസിൽ നിന്ന് അവിടുന്ന് അത് ചേഞ്ച് ചെയ്ത് തരും. ശരി. അല്ലെങ്കിൽ ലെറ്റർ അയച്ച് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടൂല. അതൊരു ഇന്റേണൽ അറേഞ്ച്മെന്റ്. ഓക്കെ, എല്ലാ ഓഫീസിനും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? ടെക്നിക്കൽ ഓഫീസേഴ്സിന്റെ മാത്രം ഗ്രൂപ്പ് എന്തായാലും ഓഫീസിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേറ്റ്, അപ്പൊ മറ്റേ മാർക്കും കാണാം, ഇക്കും കാണാം. ഈ KCIS ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സിന്റെ മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എന്തായാലും എല്ലാ ഓഫീസിലും കാണും. ഇല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും പല ഡിസ്ട്രിക്ട് ഓഫീസിലും റീജിയൻ ഓഫീസും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടേ. നമ്മൾ അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ശരി. അപ്പൊ നമുക്ക് ആവശ്യപ്പെടേണ്ടത് അതൊന്നാക്കി തരണം. അതൊന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇതിന്റെ അകത്ത് ഇപ്പം മന്ത് ഞാനിപ്പോ ഈ ഷെഡ്യൂൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഷെഡ്യൂൾ എല്ലാം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് ഒരു വർക്ക് വന്നിട്ട് ഒരു ഇൻസ്പെക്ഷൻ വീണ്ടും മാറ്റണം. അന്നേരവും റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓഫീസർക്ക് വീണ്ടും അതിന്റെ ഡേറ്റ് മാറ്റി തരാൻ പറ്റും. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു ഇൻസ്പെക്ഷൻ ഓൾറെഡി വർക്ക് ഡയറി പ്രകാരം ഒരു ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്പെക്ഷൻ നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേറൊരു കേസസിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഇങ്ങോട്ട് പ്രീപോൺ ചെയ്ത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് പ്രീപോൺ ചെയ്ത് ഇന്ന ഡേറ്റിലേക്ക് എടുത്തിട്ട് നമുക്കത് ചെയ്ത് തീർക്കാം. അങ്ങനെയും ചെയ്യാം. പ്രീപോൺ ചെയ്യാം അല്ലേ? പ്രീപോൺ ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യാം. ആ മന്തിനകത്ത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തുള്ളൂ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ നവംബറിലാണെങ്കിൽ നവംബറിന്റെ അകത്ത് തീർത്തോണം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഷെഡ്യൂളിങ്ങിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഷെഡ്യൂൾ ചെയ്ത് നമ്മള് കൺവീനിയൻസും കൂടെ പ്ലാൻ ചെയ്യാം. കൺവീനിയൻസ്, ട്രാവൽ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അതൊന്ന് ഫൈനലൈസ് ചെയ്താൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു കോമൺ ആയിട്ടൊരു ഗൈഡ് ലൈൻ പോവേണ്ടത്, ഒരു മാസം ഒരു ഇൻസ്പെക്ടിംഗ് ഓഫീസർ എത്ര കംപ്ലയൻസ് മോണിറ്ററിംഗ് നടത്തണമെന്നുള്ളത് ബോർഡ് ഫിക്സ് ചെയ്ത് തരണം. അത് ഫിക്സ് ചെയ്താൽ നമുക്ക് ഇവിടെ മന്ത്ലി എത്ര ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ ഗൈഡ് ലൈൻ എന്താണോ, യൂണിറ്റ്സ് മന്ത് വൈസ് എന്നുള്ള ഇത് ഹൈയിൽ എത്ര ചെയ്യണം, മീഡിയത്തിൽ എത്ര ചെയ്യണം, ലോയിൽ എത്ര ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഒരു ഓഫീസർ റീജിയണൽ ഓഫീസിലെ ഡെൻസിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ അത് ഓരോ ജില്ലയ്ക്കും ഓരോന്നാക്കാമോ അതോ അങ്ങനെ ആക്കാം? ഇതിപ്പോ നമ്മളിപ്പോ തിരുവനന്തപുരം മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും കയറി ചെയ്യാം ഇത്. അപ്പൊ അവിടുത്തെ ഫാക്ടറിയുടെ പോപ്പുലേഷനും യൂണിറ്റ്സിന്റെ പോപ്പുലേഷനും പിന്നെ പുതിയ ഇതിന്റെ ഇൻസ്പെക്ഷന്റെ വർക്കിന്റെ ഡെൻസിറ്റി അനുസരിച്ച് നോക്കി ചെയ്യാം ഓരോ ഡിസ്ട്രിക്റ്റിലും. ശരി. ഈ സിസ്റ്റത്തിലുള്ള ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഇത് വെച്ചിട്ട് നമ്മളുടെ ഇന്റേണലി നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് കഴിഞ്ഞിട്ട് മേഡം ഇതിന്റെ അടുത്ത ഫോളോ അപ്പ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നോൺ കംപ്ലയൻസ് ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ നോട്ടീസ് പോകും. എന്നാലും അതിന്റെ പാരലലി നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതിപ്പോ അങ്ങനെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നോട്ടീസ് വല്ലതും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ കാണിക്കാമോ? നമ്മുടെ ഇതിന്റെ ഇവരുടെ ഫോമാറ്റ് ആണ് കിടക്കുന്നത്. ഞങ്ങളെയും കൂടെ ഒരു റിപ്പോർട്ട് അയക്കാറുണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരെണ്ണം കാണിക്കാം. ഒരു മിനിറ്റ്. അതുപോലെ ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഇമെയിൽ ഡെസിഗ്നേഷൻ വൈസ് ആയിരിക്കുമല്ലോ ഇമെയിൽ തന്നിരിക്കുന്നത്. ആളുടെ പേര് വെച്ചിട്ടുള്ള ഇമെയിൽ ആയിരിക്കും. പേഴ്സണൽ മെയിൽ വെച്ചിട്ടാ ചെയ്തേക്കുന്നത്. അത് വേണമെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. യൂസേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാം, ഇമെയിൽ ഐഡിസ് അപ്ഡേറ്റ് ചെയ്യാം. അല്ല, ഇപ്പൊ ഒരാളെ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു നാളെ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയെങ്കിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് മെയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രിവാൻഡ്രത്തിരിക്കുന്ന ഇൻസ്പെക്ടർ ഓഫീസർ കൊല്ലത്തേക്ക് പോയി. അപ്പൊ കൊല്ലം ഓഫീസിലെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി വേണം കൊടുക്കാൻ. അയാളെ കൊല്ലത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ പേഴ്സണൽ മെയിൽ ഐ ഡി തന്നെ വേണം കൊടുത്തേക്കുന്നത്. അപ്പൊ ആ പ്രശ്നം വരുന്നില്ല. പേഴ്സണൽ മെയിൽ ഐ ഡി തന്നെ കാര്യമുണ്ട്. അല്ല അതിനകത്ത് മാറണം. ഈ ഇമെയിൽ ഐ ഡിയും സീറ്റും ഡിസ്ട്രിക്റ്റും കൂടെ ലിങ്ക് ചെയ്തേക്കുന്നതിന്റെ അകത്ത്.
അപ്പൊ അത് മാറ്റിയിട്ട് ആ ഓഫീസിലെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ല, ആ ഇമെയിൽ ഐ ഡി എങ്ങനെ? ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഇല്ല. കാരണം ഇപ്പം എന്നുള്ള ആള് ആലപ്പുഴ പോയി കഴിയുമ്പോഴത്തേക്കും ആലപ്പുഴ ഡിവിഷൻ ആലപ്പുഴ ഓഫീസിലെ ഇമെയിൽ ഐ ഡിയിലോട്ടായിരിക്കും ഇമെയിൽ ഐ ഡി ആക്കേണ്ടി വരും. ഇപ്പൊ നമ്മളെ യൂസർ ലോഗിന് വേണ്ടിട്ട് ഒരു മെയിൽ ഐ ഡി ആണല്ലോ വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് നമുക്ക് വരുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം. അത് നോക്കട്ടെ, അത് പ്രൊഫൈൽ എഡിറ്റ് ചെയ്താലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നമുക്ക് അത് നോക്കാം. അത് ബാക്കെൻഡിലെ കാര്യം, അത് കുഴപ്പമില്ല. അത് അഡ്മിനിസ്ട്രേറ്റീവ് മറ്റേ സ്റ്റേറ്റ് അഡ്മിന്റെ ലോഗിനിൽ വരുന്നതാണ്. അത് ഇവിടെ നോക്കാം, അത് കുഴപ്പമില്ല. ഇതിപ്പോ ഒരു ഇൻസ്പെക്ഷൻ നോൺ കംപ്ലയൻസ് ഓർഡർ ചെയ്യുന്നു, ഈ സിസ്റ്റത്തിൽ നിന്ന് പോയൊരു ഓർഡർ ആയത്. ഇതാ നമ്മൾ ആ ക്വസ്റ്റ്യനർ ബേസ്ഡ് ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് വരും. ഷെയർ PDF കാണാമോ ഇത്? ഇത് നമ്മൾ ഇതിൽ നിന്ന് സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഒരു ഇൻസ്പെക്ഷൻ ഓർഡർ ആണ്. ഇതിങ്ങനെ പോകുന്നത്. ഇതനുസരിച്ച് ഇതിപ്പോ നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്തൊരു മോഡിഫിക്കേഷൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞങ്ങളുടെ ഫോമാറ്റിൽ ആക്കാനും വേണ്ടി അതിനൊരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് പോകാനായിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ശരി ശരി, അത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അല്ലെ, നമ്മുടെ രീതി കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അത് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിന് എന്തായാലും ഇപ്പൊ ചെയ്ത് തുടങ്ങുമ്പോൾ കുറെ റിക്വയർമെന്റ്സ് വരും. അപ്പൊ അതെല്ലാം വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം. കാരണം ഇതിന്റെ ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ്പോൺ, ക്യാൻസൽ, റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഈ ഷെഡ്യൂള്, ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ ഇൻസ്പെക്ടേഴ്സിന് കാണാനുള്ള ഓപ്ഷൻ, ഇതെല്ലാം നമ്മൾ തുടങ്ങിയ ശേഷം പിന്നെ ചെയ്തു തന്നതാണ്. അപ്പൊ അത് അവര് പിന്നെ ചെയ്തു തന്നോളൂ. ഫോമാറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുവാ. വേറെ എന്തെങ്കിലും ഉണ്ടോ മാഡം? ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതെങ്ങനെ ചെയ്യുന്നേന്നുള്ളത് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ ഓഫീസിൽ ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻസ്പെക്ടിംഗ് ഓഫീസർ സൈഡിൽ ഇത്രയേ ഉള്ളൂ. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും. ഈ മൂന്നാമത്തെ ഇൻസ്പെക്ഷൻ പെൻഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാണാം. ഫൈനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളതിന് ഇതിനെ ക്ലിക്ക് ചെയ്ത് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡേറ്റ്സ് ചേഞ്ചസ് എല്ലാം വേണ്ടതെല്ലാം മാർക്ക് ചെയ്യുക, റീസൺ കൊടുക്കുക. അത് വെച്ചിട്ട് ഡിസ്ട്രിക്ട് ഓഫീസർ എടുത്ത് ആ ഡേറ്റ്സ് എല്ലാം മാറ്റി തരാൻ റിക്വസ്റ്റ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ ഫാക്ടറീസ് കാണും. ഇപ്പം 29th ഏതൊക്കെയാ പോകേണ്ടതെന്നുള്ളത് നോക്കുക. അതാണ് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിൽ ആ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക, നമ്മുടെ ഏതൊക്കെയാണെന്നുള്ള സർവീസ് സെലക്ട് ചെയ്യുക. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവേഷനും റിമാർക്സും എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരാളെ ആക്കുന്നുണ്ട്, അവിടെ തന്നെ അപ്രൂവ് ബട്ടൺ വരും, അപ്രൂവ് ചെയ്യുക, തീർന്നു. ഇവർ ഈ ചേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഹെഡ് ഓഫ് ഓഫീസ് ഇത് റീഷെഡ്യൂൾ ചെയ്യും അല്ലേ? എല്ലാം ചെയ്ത് ഫസ്റ്റ് സെറ്റ് നമുക്കിത് ഡ്രാഫ്റ്റ് ഷെഡ്യൂളാ വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ നമ്മൾ റൺ ചെയ്തായിരുന്നല്ലോ, നമ്മൾ ആലപ്പുഴയ്ക്ക് വേണ്ടി
ഇതിപ്പോ നമ്മള് നവംബറിൽ വേണ്ടി ഒരു ഷെഡ്യൂൾ റൺ ചെയ്തിട്ടിരിക്കുക. ഇത് ഡ്രാഫ്റ്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. ടീം ഹെഡിനെ സെറ്റ് ചെയ്ത് ഇപ്പൊ ടീം ഹെഡ് കണ്ടോ, നിങ്ങൾക്ക് ഒരാളെ ഉള്ളെങ്കിൽ ഇവിടെ ടീം ഹെഡ് ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ. ഈ കൺസേൺ ഇൻസ്പെക്ടർ തന്നെ ആയിരിക്കും ടീം ഹെഡ്. ഇത് ചെയ്യുന്നു. ഡേറ്റ് ഒന്നും മാറ്റണമെങ്കിൽ ഷെഡ്യൂൾ ഇട്ടിട്ട് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് മാറ്റണം, പോസ്റ്റ്പോൺ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ റീസൺ കൊടുക്കുക, ഇവിടെ ഡേറ്റ് കൊടുക്കുക, ടിക്ക് ഇടുക. അടുത്ത പോലെ അത് ഓരോന്ന്. ഇപ്പം കൈലാസ് എന്നുള്ള ഇൻസ്പെക്ടർ 27-ാം തീയതി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് 26-ാം തീയതിയിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26-ാം തീയതി ആക്കി നമ്മൾ റീസൺ എന്തെങ്കിലും കൊടുക്കും. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ചേഞ്ച് എന്നിട്ടത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യാത്തോണ്ടാണ് അതനുസരിച്ച് വേണ്ടേ. ആ ഫാക്ടറിയുടെ ഡേറ്റ് 26-ാം തീയതി. ഇത് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മാസത്തേക്കുള്ള ഷെഡ്യൂളോ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നേരത്തെ ലെഫ്റ്റ് സ്ക്രീനിൽ ഈ ലിസ്റ്റ് ഈ സൈഡിൽ കണ്ടായിരുന്നല്ലോ ഒരു, അത് ഞാൻ ആ ലോഗിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഫൈനലൈസ് ചെയ്താൽ മാത്രമേ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഈ ലിസ്റ്റ് കാണിക്കുള്ളൂ. ഇൻസ്പെക്ഷൻ പെൻഡിങ് എന്ന് പറഞ്ഞ് ഇവിടെ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ഇൻസ്പെക്ഷൻ പെൻഡിങ് എന്ന് പറഞ്ഞ് ഈ ടാബിന്റെ അകത്ത് കിടക്കത്തേ ഉള്ളൂ. കലണ്ടറിലും കാണിക്കും, പക്ഷേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കാനുള്ള സാധനം വരില്ല. അപ്പൊ ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടിങ് ഓഫീസറുടെ വിൻഡോയിൽ ഇത് ലെഫ്റ്റ് സൈഡിലെല്ലാം ലിസ്റ്റ് ചെയ്ത് വരും, കലണ്ടറിൽ വരും, ഇവിടെയും കാണിക്കും. ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്തിരുന്നുള്ള ഇൻസ്പെക്ഷൻസ് ഇവിടെ കാണിക്കാം, ഏതൊക്കെ തീർത്തു എന്നുള്ളത് ഇവിടെ വരും. ഈ ഫോർവേഡ് ഫോർ അപ്രൂവൽ ഒന്നും ഇപ്പൊ വർക്കിംഗ് അല്ല, മറ്റേ ജോയിന്റിന് വേണ്ടി ചെയ്തതാ. അപ്പൊ ജോയിന്റ് ഇൻസ്പെക്ഷൻ നമ്മൾ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ. ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്ന ഓരോ ഇതും എടുത്ത് അതിന്റെ ടിക്കറ്റ് വെച്ചേക്കണം അല്ലേ? അതെല്ലാം ചെയ്ത് ഇതിനെ എല്ലാം ടിക്കറ്റ് 1 by 1 സെലക്ട് ചെയ്ത് 4 ഉണ്ടെങ്കിൽ 4 എടുത്ത് മറ്റേത് പോസ്റ്റ്പോൺ ചെയ്യുന്ന എല്ലാം ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്യേണ്ട എല്ലാം പുതിയ ഡേറ്റ് കൊടുത്ത് എല്ലാം ടിക്കറ്റ് ടീം ഹെഡിന് എല്ലാം അസൈൻ ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് ഫൈനലൈസ് ഷെഡ്യൂൾ കൊടുക്കുമ്പോഴേ അതാവത്തുള്ളൂ. അത് പക്ഷെ ആ മാസം അവസാനത്തിനുള്ളിൽ ചെയ്യണമല്ലോ. നെക്സ്റ്റ് മന്ത് തൊട്ട് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും നല്ലത്, ചെയ്ത് തീർക്കണം. അപ്പൊ ഇത് സപ്പോസ് ഇതിലിപ്പം പാർഷ്യലായിട്ട് മാത്രമേ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ളൂ എങ്കിലേ, അതായത് ഇപ്പം നമ്മളൊരു ഡ്രാഫ്റ്റ് ഷെഡ്യൂൾ ഇട്ടു, അതിൽ 4 എയ്മാരുള്ള 2 പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ, മറ്റെല്ലാം ഒന്നും ചേഞ്ച് ചെയ്യാതെ ഇട്ട് കൊടുക്കുക. അയാള് പിന്നെ റണ്ണിങ്ങില് ആ മന്തില് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് ചേഞ്ചസ് പറയുന്ന അനുസരിച്ച് വീണ്ടും ചേഞ്ച് ചെയ്യാം, പറയുന്ന അനുസരിച്ച് ആക്കിയാൽ മതി അല്ലേ? അല്ലാതെ എല്ലാവരുടെയും റെസ്പോൺസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇനിഷ്യലി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓഫ് ഇത് ചെയ്യുന്ന ആൾക്ക് എളുപ്പമായിരിക്കും. ഓരോന്ന് വിധം ഓരോ പ്രാവശ്യം പറയുമ്പോഴും ചെയ്യുന്നതിന് വരെ. കാരണം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡയറക്റ്റീവ് വിത്തിൻ 48 hours ഇതിന്റെ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണമെന്നാ. അപ്പൊ ഈ മേളിൽ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഡേറ്റും ഇൻസ്പെക്ഷൻ ഡേറ്റും ഇവിടെ കിടക്കും. 29-നുള്ളത് 30-നാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ് ഡിസ്ട്രിക്ട് ഓഫീസർ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഡേറ്റ് മാറൂല. 29th എന്ന് പറഞ്ഞ് കിടക്കാൻ ഞാൻ ഇൻസ്പെക്ട് ചെയ്യുന്നത് 30-നായിരിക്കും. ആ ഒരു അതേ ഉള്ളൂ, ഒരു ടെക്നിക്കൽ ഒരു ഇഷ്യൂ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പിന്നെ 31st തന്നെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടി വരും. പെൻഡിങ് ഇൻസ്പെക്ഷൻസ് എല്ലാം 31st ചേർത്ത് മൊത്തം ഒരു മാസത്തെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത മാസത്തെ റൺ ചെയ്യാൻ. അല്ലെങ്കിൽ അത് പെൻഡിങ്ങും കിടക്കും, ഇതെല്ലാം കൂടെ അപ്പോഴെ കൺഫ്യൂഷൻ ആവും. അവസാനം ട്രാൻസ്ഫറും കാര്യങ്ങളും വന്ന് ഇതങ്ങോട്ട് മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡ് എല്ലാ CS ഉൾപ്പെടെ എല്ലാവർക്കും ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെടുത്ത് വെരിഫൈ ചെയ്യുമ്പോഴും എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എപ്പോഴേലേക്ക് ആയിരിക്കും ഇത് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ഒരു ഓഫീസർ മിനിമം അല്ല എത്ര ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം എന്നുള്ളത് ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ നോക്കിയിട്ട് വേണം ബോർഡ് ഡിസൈഡ് ചെയ്യാൻ. അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ് കൊടുക്കാൻ പാടില്ല. ശരി, ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാം ക്ലിയർ ആണ്. സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓഫീസിലെ വർക്ക് ഓർഡർ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഇതിനെ നോക്കരുത്. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മളുടെ ഒരു ഡെലിഗേഷൻ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ, അത് നോക്കണ്ടല്ലോ അല്ലെ? ഏത് വേണോ വരും. മീൻസ് ശരി, ആർക്കും വരാം. അത് തന്നെ. നമ്മൾ കംപ്ലയൻസ് ആണ് നോക്കുന്നത്. നമ്മൾ കൺസെന്റിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ ആ കണ്ടീഷൻ ഈ പറയുന്ന കമ്പനി കംപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തമേ ഉള്ളൂ. ഓക്കെ, അത് ആര് പോയി നോക്കിയാലും ഓൾറെഡി എഴുതി കൊടുത്തിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ആർക്കും സംശയമൊന്നുമില്ല. വലിയൊരു ടെക്നിക്കൽ സംഭവം എടുക്കണ്ട. ഒരാൾക്ക് ഷെഡ്യൂൾ എല്ലാം ചെയ്തു തരാനുള്ള സൗകര്യമുണ്ട്. ചെയ്യുന്ന ആൾക്ക് ആ ഷെഡ്യൂൾ അനുസരിച്ച് പോയി ചെയ്യാനും റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. സിസ്റ്റം വഴി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറെ റാൻഡമൈസേഷനും വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൊരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ പ്രാക്ടിക്കലി ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ട് ഇനിഷ്യലി വരും. അതനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഓൺ ദി റൺ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞങ്ങളായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് മാറ്റി വന്നിപ്പം ഇങ്ങനെ ചെയ്തു പോകുന്നു. അതേ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം ഡേറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാം ഒന്ന് ശ്രദ്ധയോടെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഇത്രയും ഫ്ലെക്സിബിൾ ആയിരുന്നില്ലല്ലോ അല്ലേ? ഈ ഡേറ്റ് ഒന്നും മാറ്റാൻ പറ്റത്തില്ലായിരുന്നു മേഡം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ചെയ്ത ഇന്ന ഡേറ്റിൽ ഇന്ന ആള് ഇന്ന ഫാക്ടറി, ഡേറ്റ് മാറ്റാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ റീഷെഡ്യൂൾ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉള്ളു. അപ്പൊ ഇൻസ്പെക്ഷൻ ക്യാൻസൽ ആവും. പ്രശ്നം പറ്റുന്ന അവസാനം ഇൻസ്പെക്ഷൻ ഇല്ലാത്ത രീതിയിലോട്ട് പോകുന്ന രീതിയിലായി പോയി. പിന്നെ നമുക്ക് കുറെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും എന്തുകൊണ്ട് അങ്ങനെ റീസൺസ് ഒത്തിരി കൊടുക്കേണ്ടി വരും. അങ്ങനെ പിന്നെ പറഞ്ഞാണ് ഇവർ ഇതെല്ലാം ഇത്രയും ഫ്ലെക്സിബിൾ ആക്കി തന്നത്. മറ്റേ ഡേറ്റ് പോലും റാൻഡം ആണ്, അതുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. അല്ല, അത് നമ്മുടെ മൊത്തം പ്രവർത്തനത്തിനെ അവതാളത്തിലാക്കുമല്ലോ. അതെല്ലാം മാറ്റി തന്നു. പിന്നെ ഇപ്പൊ തന്നെ ഷെഡ്യൂൾ തന്നെ സ്റ്റേറ്റ് അഡ്മിന്റെ ലോഗിനിൽ നിന്ന് കയറിയിട്ട് ഒരു ഷെഡ്യൂൾ തന്നെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല. ഷെഡ്യൂൾ റൺ ചെയ്തു, അതിൻ്റെ അകത്ത് ആയാലും ഓഫീസേഴ്സ് വല്ലതും ഒന്ന് ആ മാസം മൊത്തത്തിൽ ലീവ് ആണെങ്കിൽ ആ ഷെഡ്യൂൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ മൊത്തം ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും ചെയ്യാം. അങ്ങനെയുള്ള പ്രൊവിഷൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഇതില് വേറൊരു ഡൗട്ട് ഒന്നും, ഇപ്പൊ സപ്പോസ് ഒരാള് ഒരു 1-2 ആഴ്ച ഇല്ല, അല്ലെങ്കിൽ ഒരു മാസം ഫുൾ അയാൾ അവൈലബിൾ അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളൊരു മന്ത്ലി ഷെഡ്യൂൾ അല്ലേ ഇടുന്നേ. ഫുൾ അവൈലബിൾ അല്ല എന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ അതന്നെ മേഡം. ഇപ്പൊ ഒരാൾ ഫുൾ അവൈലബിൾ അല്ലെന്ന് അറിയാമെങ്കിൽ അയാളെ അങ്ങ് പൂളിൽ നിന്ന് അങ്ങ് മാറ്റുക. ഇൻസ്പെക്ടർ പൂളിൽ നിന്ന് തിരിച്ചാക്കാം. ഇൻസ്പെക്ടർ പൂളിൽ നിന്ന് തിരിച്ചാക്കിയിട്ട് ഡീആക്ടിവേറ്റ്, സോറി ഞാൻ അത് പറഞ്ഞില്ല, അതുകൂടെ കാണിക്കാം. ഒരു ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഉള്ള ഇൻസ്പെക്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഷെഡ്യൂൾ റൺ ചെയ്യുന്നതിന് മുന്നേ അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീആക്ടിവേറ്റ് ഇൻസ്പെക്ടേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്പെക്ടേഴ്സും ഉള്ള ലിസ്റ്റ് ഇട്ടും അതിൽ നിന്ന് ആളിനെ എടുത്ത് ചെയ്യാം. പക്ഷെ ഇൻസ്പെക്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യണം. ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പെൻഡിങ് ഉള്ളത് ക്യാൻസൽ ചെയ്യണം. പെൻഡിങ് ഉള്ള എല്ലാം ക്യാൻസൽ ചെയ്യുക. റണ്ണിങ് ഷെഡ്യൂളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ക്യാൻസൽ ചെയ്യാന്നല്ലേ ഉള്ളൂ. ഇപ്പം നവംബർ പകുതി മുതൽ അയാൾ പുള്ളി ലീവിൽ പോയി. ഇപ്പൊ നവംബറിൽ പുള്ളിക്ക് ഉണ്ടായിരുന്ന ഇൻസ്പെക്ഷന്റെ ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്യുക. ഡിസംബറിലെ ഷെഡ്യൂൾ റൺ ചെയ്തതിന് മുന്നേ പുള്ളിയെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട്, അപ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ പൂളിൽ 7 വരെ ഇട്ടിട്ടില്ലേ, നമുക്ക് 7 വരെ ആയിരുന്നല്ലോ നേരത്തെ കണ്ടേ. 7 വരെ എന്നുള്ളത് 6 ആവും. 6ൽ നിന്ന് ഒരാളെ എടുക്കും, മറ്റേ ഒരാൾ മാറി നിൽക്കും. അയാൾ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും അയാളെ പൂൾ ചെയ്യുക, പഴയ പോലെ ചെയ്യുക. അപ്പൊ ഒരു മന്തിനിടയിൽ വെച്ച് ട്രാൻസ്ഫർ ആയി പോയാലും ഇതൊക്കെ സെയിം തന്നെ. മന്തിനിടയ്ക്ക് വെച്ച് ട്രാൻസ്ഫർ ആയി ക്യാൻസൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, തിരുവനന്തപുരത്തിരിക്കുന്ന ആള് കൊല്ലവും, കൊല്ലത്തിരിക്കുന്ന ആള് തിരുവനന്തപുരം പോയെങ്കിൽ ആ മന്ത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെൻഡിങ് ഇൻസ്പെക്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യുക, ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, ആ
പൂളിംഗ് അതനുസരിച്ച് മാറ്റുക, എന്നിട്ട് ഷെഡ്യൂൾ റൺ ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ഇൻസ്പെക്ഷൻസ് പെൻഡിങ് എല്ലാം ക്യാൻസൽ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യുക, ഡീആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ആ മാസത്തെ പിന്നീടുള്ള ഇതിലൊന്നും ഇയാൾ വരില്ല. നെക്സ്റ്റ് മന്തിന്റെ ഷെഡ്യൂളിൽ ഇയാൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ മാസത്തിൽ ഒന്നിനും വരത്തില്ല. പോയല്ലോ ആ ഷെഡ്യൂൾ നമ്മൾ തുടക്കത്തിൽ റൺ ചെയ്യുന്ന ഷെഡ്യൂളിലേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച ഒരാളെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മാസം തൊട്ട് അടുത്ത മാസം തൊട്ടേ ഉള്ളൂ. ശരി.